യെസ് ഓഡിബിൾ ആണെങ്കിൽ ഓഡിബിൾ ആണ് പറയാം. ഓക്കെ. ഹലോ. യെസ് ഓഡിബിൾ ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഒരുപാട് പേര് കയറാനുണ്ട്. നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് തുടങ്ങാവുന്നതാണ്. ഓക്കെ. യെസ് പറ്റുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ക്യാമറ ഒക്കെ ഒന്ന് ഓൺ ആക്കുക. ടുഡേ വി ആർ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള AI യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാം. ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതിൽ ഒരു മാർഗം, ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ടാവും. ഹൗ വി ക്യാൻ ഏൺ മണി യൂസിങ് AI എന്നുള്ളതിനെ കുറിച്ച്. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ബിഫോർ ദാറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നെ ഞാൻ പരിചയപ്പെടുത്താം. കുറെ ആളുകൾ ജോയിൻ ചെയ്യാണ്ട്. ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ബിസിനസ് ആണ്, എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ജോബ് എന്താണ്, ഹൗസ് വൈഫ് ആണോ, ബിസിനസ് ആണോ, നിങ്ങളുടെ ജോബ് എന്താണ്, വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഡിഗ്രി ഏതാണ്, ഇതൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം. ഹലോ, നിങ്ങൾ കമന്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അതുപോലെ നിങ്ങളുടെ സ്ഥലം കോഴിക്കോടാണോ, ട്രിവാൻഡ്രത്താണോ, നിങ്ങൾ അതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിടോ. യെസ്. അലൻ ജോസഫ് ഫ്രം കോട്ടയം. വെൽക്കം അലൻ. യെസ് ഒരാളും. യെസ് അജീഷ് ഫ്രം MBA ആണ്. MCOM കഴിഞ്ഞ ഏറ്റവും കഴിഞ്ഞു. ഇസ് വെരി ഗുഡ്. യെസ് പൊന്നു അല്ലേ? പൊന്നു ഹായ് പൊന്നു. യെസ്. ഓക്കെ. റാബിയ. റാബിയ മാഡം. ഫാസില ഫ്രം മലപ്പുറം ജോലി അന്വേഷിച്ചിരിക്കുകയാണ്. ഓക്കെ. ഫാസില മാഡം എന്താ പഠിച്ചത്, എന്താണ്? അനുരാജ് ഫ്രം കൊച്ചി. ഹായ് അനുരാജ്. യെസ് അക്കൗണ്ടിങ് ആണ് കഴിഞ്ഞത് അല്ലേ? യെസ് മലപ്പുറം. ഷാഫി പട്ടാമ്പി. യെസ്. ജോബ് ചെയ്യുന്നത് ചെന്നൈയിലാണോ? യെസ്. ഓക്കെ വെരി ഗുഡ്. യെസ് എല്ലാവരും നിങ്ങളുടെ ഒരുപാട് 25 പേര് ഇവിടെ ആക്റ്റീവ് ആയിട്ട് ലൈവിലുണ്ട്. എല്ലാവരും ഇന്ററാക്ട് ചെയ്യട്ടോ. യെസ് വർക്ക് ടൈം ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ. യെസ് യൂനിസ് ഇവിടെ ക്യാമറ ഓൺ ആക്കി. യൂനിസ്. യൂനിസ് സർ. യാ എവിടുന്നാണ് യൂനിസ് സർ വരുന്നത്? മൈക്ക് മ്യൂട്ടാണ് കേട്ടോ. മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. യെസ് ബാക്കിയുള്ള ആളുകളൊക്കെ നിങ്ങളെ സ്ഥലം എവിടെയാണ്, ജോലി എന്താണ്, എനിക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഏതൊക്കെ ലെവലിൽ നിങ്ങൾക്ക് പ്രസന്റേഷൻ എടുക്കാം എന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. നമ്മൾ മുന്നേ ആരും നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. ഓക്കെ. യെസ് നിങ്ങളെ കമന്റ് ബോക്സ് നിറയണം കേട്ടോ. അങ്ങനെ ഒന്നും ഇരുന്നിട്ട് ക്ലാസ്സിന് വന്നിട്ടൊന്നും ഒരു ചുക്കും മനസ്സിലാവില്ല. എല്ലാ കാര്യം പറയാലോ. നിങ്ങൾ ആക്റ്റീവ് എങ്കിൽ നിങ്ങൾക്ക് ഇത് ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ എനർജി, നിങ്ങൾ ഉറങ്ങി തൂങ്ങിയിട്ടൊന്നും കാര്യമില്ല. ഓക്കെ. സുഖല്ലേ? ഓക്കെ. ഓക്കെ ഫൈൻ. സുഖമുള്ള ആളുകൾ ഇവിടെ ഉണ്ടല്ലോ അല്ലെ? എനിവേ എല്ലാവരും വൺസ് അഗെയിൻ ഗുഡ് ഈവനിങ് എവ്രി വൺ. ഇനിയും ഒരുപാട് ആളുകൾ നമുക്ക് ജോയിൻ ചെയ്യാനുണ്ട്. ഇപ്പൊ നമിത മാഡം എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാൻ പറയാം. അസ്ന മാഡം പെട്ടെന്ന് തന്നെ കയറാൻ പറയാം. നമ്മൾ ക്ലാസ് ഒക്കെ തുടങ്ങും. അഗെയിൻ വെൽക്കം ഓൾ ടു ദിസ് വണ്ടർഫുൾ ഈവനിങ് സെഷൻ. ഓക്കെ. അപ്പൊ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട് നിലവിൽ? മീൻസ് ChatGPT ടൂളുകൾ കേട്ടോ. ഡെയിലി ലൈഫിൽ ടൂൾസ് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ടൂളാണ് ഉപയോഗിക്കുന്നത് ഒന്ന് പറയാൻ പറ്റുമോ? ചാറ്റ് ബോക്സ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക്. ഓക്കെ. ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്, ഇല്ല ജെമിനി ChatGPT യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ChatGPT. ഓക്കെ. ഇത്ര പേരേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ലേ? ക്ലൗഡ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അലൻ ജോസഫ്. യെസ്. ഹലോ. ChatGPT ഗ്രോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ChatGPT ഗ്രോക്ക് ജെമിനി ക്ലൗഡ് അല്ലാതെ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? വേറെ ടൂൾസ് പേർപ്പസ്ഫുള്ളി യൂസ് ചെയ്യുന്ന ഒരുപാട് ആയിരക്കണക്കിന് ടൂളുകൾ ഉണ്ട് കേട്ടോ. ലക്ഷക്കണക്കിന് ടൂളുകൾ ദിനംപ്രതി ഇറങ്ങുന്നുണ്ട് പല യൂസ് കേസിനായിട്ട്. യെസ് മറ്റേ AI ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്.
ഇതുവരെ AI യൂസ് ചെയ്യാത്ത എത്ര പേരുണ്ട്? ലെറ്റ് മീ നോ ദാറ്റ്. ഒരു ടൂള് ഞാൻ ഇതുവരെ യൂസ് ചെയ്യുന്നില്ല. ഇതൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. AI സ്റ്റുഡിയോ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. യെസ്. റാബിയ മാഡം പറയുന്നു ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാന്ന്. ഓക്കെ. ഓക്കെ. നോ പ്രോബ്ലം. ഓക്കെ. എനിവേ ബാക്കിയുള്ള ആളുകള് ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ബാക്കിയുള്ള ആളുകൾ വേഗം കേറി ഏകദേശം 30 പേരടുത്തായിട്ടുണ്ട്. നമുക്ക് കൗണ്ട് വന്നിട്ട് 60, 70 ആളുകളായിട്ട് നമുക്കൊന്ന് കേറാന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. എന്റെ മുന്നത്തെ സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റുമോ? ഉണ്ടാരില്ല. എല്ലാരും പുതുതായിട്ടുള്ള ആളുകളാണോ? ഹലോ. സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അറ്റൻഡ് ചെയ്തിട്ടില്ല. സെൻട്രാജ് അറ്റൻഡ് ചെയ്തിട്ട് ന്യൂ ആണ്. ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, ഫൈൻ. ഓക്കെ. അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ അതില്? യെസ്, ഷാക്കിർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അറ്റൻഡ് ചെയ്ത എല്ലാവരും പുതുതായിട്ടുള്ള ആളാണ്. വെരി ഗുഡ്, നോ പ്രോബ്ലം. ഓക്കെ. എനിവേ ഞാൻ എന്നൊന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സവാദ്. നിങ്ങള് ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ട് പരിചയമുണ്ട്. ചില ആൾക്ക് പരിചയം ഉണ്ടാവും. എന്റെ വീഡിയോ കണ്ടിട്ടായിരിക്കും പല ആളുകളും ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാകുക. എനിക്ക് അക്കാദമി എന്ന് പറഞ്ഞിട്ടൊരു അക്കാദമി ഉണ്ട്. ക്യുനൈറ്റ്സ് അക്കാദമി എന്നാണ് പേര്. കഴിഞ്ഞ 5 വർഷമായി ട്രെയിനിങ് മേഖലയിൽ ഒരുപാട് വിദ്യാർത്ഥികളെ അറൌണ്ട് 10,000+ വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്ത് പരിചയമുണ്ട് എന്റെ അക്കാദമിന്റെ അണ്ടറിൽ. വ്യത്യസ്ത തരത്തിലുള്ള സ്കിൽ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എയുടെ ഒരു എറ ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് എയിൽ നമ്മൾ ഒരുപാട് ട്രെയിനിങ്സും സെഷൻസും അതിൽ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടാണ് കൺസൾട്ടിങ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. എനിവേ സോഷ്യൽ മീഡിയ പ്രസൻസ് നോക്കുകയാണെങ്കിൽ അറൌണ്ട് ഇൻസ്റ്റഗ്രാമിൽ അറൌണ്ട് 7K+ ഫോളോവേഴ്സ് ഉണ്ട്. ഈ ഫേസ്ബുക്കിലോട്ട് വരികയാണെങ്കിൽ അറൌണ്ട് 30K അടുത്ത് 30,000 അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ പോകുന്നു. ഒരുപാട് ആളുകൾക്ക് ഡെയിലി ലൈഫിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എങ്ങനെ ഡെയിലി ലൈഫിൽ സ്കില്ല് ഇപ്പൊ ഇന്നത്തെ സ്കില്ലിനാണെന്ന് പ്രധാനം അല്ലെ? പല ജോലിയും സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. സർട്ടിഫിക്കറ്റ് കുറെ ഉണ്ടാക്കിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സ്കില്ലിനാണ് ആളുകൾ വില കൊടുക്കുന്നത് അല്ലെ? ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് വേണം, വേണ്ടെന്നല്ല. ബട്ട് സ്കില്ല്, ഒരു സ്കില്ല് നമുക്കുണ്ട്. ആ സ്കില്ല് നമുക്ക് നന്നായിട്ട് ആളുകളുടെ ഇടയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സ്കില്ലിനാണ് ആളുകൾ ഇന്ന് പേ ചെയ്യുന്നത്. ശരിയാണോ അല്ലേ? നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? സ്കില്ലുള്ള ആളുകളല്ലേ നമുക്ക് വേണ്ടേ? ഓഫ് കോഴ്സ് ആണ്. അല്ലെ? നമുക്ക് ഒരാൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ആവശ്യം നിറവേറ്റുന്ന ആളുകളെ നമുക്ക് വേണ്ടല്ലേ? കുറെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. യെസ്, സർട്ടിഫിക്കറ്റ് നമുക്ക് ജോലിക്ക് പോകുമ്പോഴാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ ജോലിക്ക് പോവാതെ നമുക്ക് എന്ത് ചെയ്യാം? സ്കില്ല് വെച്ചിട്ട് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ശരിയല്ലേ പറഞ്ഞത്? ആണല്ലേ? യെസ്, ശരിയാണ്. നിങ്ങൾ സമ്മതിച്ചാൽ ഇല്ലെങ്കിൽ അതാണ് അല്ലെ? കഴിവുള്ള ആളുകളെ എന്നും എല്ലാ കാലത്തും ഡിമാൻഡ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ അക്കാഡമിന്റെ അണ്ടറിൽ ഇത്തരം സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ മെയിൻ ആയിട്ട് വൺ ഓഫ് ദ നമ്മളൊരു അഡ്വാൻസ് പ്രോഗ്രാം ആയിട്ട് നമ്മൾ സൈബർ സെക്യൂരിറ്റി മേഖലയിൽ സ്കിൽ ബിൽഡ് ചെയ്ത് ജോലി നോക്കുന്ന ആളുകൾക്ക് അതിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമും അഡ്വാൻസ് ലെവൽ പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് നമ്മുടെ അണ്ടറിൽ ഒരു ഹാക്കേഴ്സ് അക്കാദമി എന്ന് പറഞ്ഞിട്ട് സൈബർ സെക്യൂരിറ്റിയിൽ ജോലി നോക്കുന്ന ആളുകൾക്കുള്ള അതിന്റെ ടെക്നിക്കൽ സപ്പോർട്ടും അതിന്റെ ട്രെയിനിങ് സപ്പോർട്ടും ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ അക്കാദമി എന്ന് പറഞ്ഞിട്ട് ഒരു അക്കാദമി നമുക്കുണ്ട്. അതിന്റെ അണ്ടറിൽ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള സ്കില്ലുകൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളെ സ്കില്ലാക്കുന്ന പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഗൂഗിളിലൊക്കെ അടിച്ചാൽ കാണാൻ പറ്റും. നമുക്ക് ഒരുപാട് മേഖലകളിൽ എല്ലാ ടൈപ്പിലുള്ള ആളുകൾക്കും നമുക്ക് എന്ത് ചെയ്യുന്നു, പല കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ മണി മേക്കിംഗ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത സ്കില്ലുകൾ പഠിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം, അതാണ് അതിന്റെ ഒരു കോർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് വരുന്നത് പോസ്റ്റർ ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈനിങ് വർക്കുകളൊക്കെ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം. ഒരു ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ ക്യാൻവ പോലും അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്കില്ലാണ് പോസ്റ്റർ ഡിസൈനിങ് എന്ന് പറഞ്ഞുള്ളത്. ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. നോർമൽ ലെവൽ പോസ്റ്റേഴ്സ് അല്ല, അഡ്വാൻസ് ലെവലിലെ പോസ്റ്റേഴ്സ് എങ്ങനെ പ്രോംപ്റ്റിംഗ് വഴി നമുക്ക് ചെയ്യാം.
എന്നുള്ളത് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് അഡ്വാൻസ് എ പോസ്റ്റ് ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ എ വീഡിയോ മേക്കിംഗ് ഉണ്ട്. ഇന്നൊക്കെ ട്രെൻഡിങ് അല്ലേ? ഒന്ന് ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ വ്യത്യസ്ത എ വീഡിയോകളാണ്. ചിലപ്പോൾ എ ആണെന്ന് പോലും കൺഫ്യൂഷൻ ആണ്. ആ ലെവലിൽ സിനിമാറ്റിക് ലെവലിൽ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യുന്ന എ വീഡിയോ മേക്കിംഗ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടോ. അപ്പൊ അത്തരത്തിലുള്ള വേണ്ട ആളുകൾക്ക് അതിന്റെ സപ്പോർട്ട് നമ്മൾ നൽകുന്നത്, അതിന് കോഴ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എ വെച്ച് അഡ്വാൻസ് എങ്ങനെ വെബ്സൈറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ അഡ്വാൻസ്ഡ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് എ ഓട്ടോമേഷൻ എന്ന പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നമ്മളെ വർക്കുകളൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ജോലിയിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു എ ഏജന്റ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ഏജൻസിനെ നമുക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് നമ്മളെ വർക്കുകൾ ഈസി ആക്കാൻ വേണ്ടിയിട്ട് കമ്പനികൾക്കും നമ്മളെ പേഴ്സണൽ പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിൽ ഇത്തരം കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വർക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പൊ സർക്കാർ ജോലി ചെയ്യുന്ന ഒരാൾ ഡെയിലി ഒരേ വർക്ക് ആയിക്കൊണ്ടാകും അല്ലെ, കോർപ്പറേറ്റിൽ ചെയ്യുന്ന ഡെയിലി ഒരേ വർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഏജൻസിനെ ബിൽഡ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ വർക്ക് നമുക്ക് നമ്മുടെ സമയം വേറെ കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് അഡ്വാൻസ്ഡ് എ ഓട്ടോമേഷൻ ആൻഡ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ എക്സൽ യൂസിങ് ആയി നമ്മൾ എക്സൽ ഒക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ആളുള്ള ഓഫീസൊക്കെ ആയാലും എന്ത് മിനിമം നമുക്കൊരു ബേസിക് സ്കില്ലാണ് എക്സൽ എന്ന് പറയുന്നത്. അത് എ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ള കോഴ്സ് ഉണ്ട്. അതുപോലെ ടീച്ചേഴ്സ് അധ്യാപകരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ എ ഫോർ ടീച്ചേഴ്സ് എന്നുള്ള പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട്. അവരെ ലെസൺ പ്ലാൻ ചെയ്യാൻ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസൈൻ ചെയ്യാൻ, അങ്ങനെ അതിനൊക്കെ വേണ്ടിയുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗും എ ടൂൾസ് ടീച്ചേഴ്സിന് വേണ്ടി സ്പെഷ്യൽ ടൂളുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതുപോലെ എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെ, നമുക്ക് ഏതെല്ലാം സ്കില്ലും ഉണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ അറിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബിസിനസ് പൊട്ടൻഷ്യലും ഫ്രീലാൻസ് വർക്കുകളൊക്കെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കും. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ അക്കാഡമിയിൽ പഠിപ്പിക്കുന്നുണ്ട്. സാന്ദർഭികമായിട്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. അപ്പൊ ഇത്തരം സർവീസുകൾ ആവശ്യമുള്ള ആളുകൾക്ക് പ്ലീസ് നമുക്ക് നമ്മളെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഫൈൻ. ഇപ്പൊ നമ്മള് കോർ ടോപ്പിക്കിലോട്ട് ഒന്ന് വരാം അല്ലെ. അപ്പൊ എ ഐ യൂസ് ചെയ്തുകൊണ്ട് ഇന്ന് എ ഐയുടെ എറയാണ്. എ ഐ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ജോലി നഷ്ടപ്പെടും എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഒരുപാട് ഇപ്പൊ ഈവൻ ജോലി നഷ്ടപ്പെടുന്നല്ല, ഒരുപാട് ആളുകൾ ജോലി നഷ്ടപ്പെട്ടു ഓൾറെഡി. ഇവൻ കോർപ്പറേറ്റ് കമ്പനി ഗൂഗിൾ, ആമസോൺ, ഈവൻ TCS, നമ്മളെ കേരളത്തിൽ പോലും കൊച്ചു കമ്പനികൾ പോലും എന്ത് ചെയ്യുന്നു, ഒരുപാട് ആളുകളെ ലേ ഓഫുകൾ കാണുന്നുണ്ടാവും പത്രത്തിൽ അല്ലെ, കണ്ടിട്ടുണ്ടാവും. ശരിയാണോ? നിരന്തര ന്യൂസിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരുപാട് ആളുകൾ ജോലി നഷ്ടപ്പെടുന്നത്. ബട്ട് അതേ സമയത്ത് തന്നെ ഒരുപാട് പുതിയ അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. 1 കോടി ജോലി പോയി കഴിഞ്ഞാൽ 2 കോടി ജോലി സാധ്യതകൾ, പുതിയ ഓപ്പണിങ്സ് വരുന്നുണ്ട് എന്നുള്ള കണക്കുകളുണ്ട്. പക്ഷെ അതാരും കാണലുണ്ടാവില്ല. ഇപ്പൊ AI വന്ന ഒരുപാട് സാധ്യതകളുണ്ട്. അതുപോലെ ഇപ്പൊ പഴയ അപ്ഡേറ്റ് ആകാത്ത ആളുകൾക്ക്, ഇന്നത്തെ കാലത്ത് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോകും. സത്യമാണോ ഞാൻ പറയുന്നത്? ഹലോ, നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? നമ്മൾ ജോലി ചെയ്യുന്ന നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക അല്ലെ. ലോകത്തിൽ നമ്മൾ എന്ത് പുതിയ കാര്യങ്ങൾ വന്നാൽ പെട്ടെന്ന് അപ്ഡേറ്റ്, അത്രയും ഫാസ്റ്റ് ലോകം, റീലിന്റെ കാലഘട്ടമാണ് അല്ലെ. പെട്ടെന്ന് ഒരു 30 സെക്കൻഡോട് കാര്യം കൺസ്യൂം ചെയ്യുന്ന ആളുകൾ നമ്മള്. അപ്പോ അത്ര അപ്ഡേറ്റഡ് ആണ് നമ്മളെ ലോകം. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ആകുന്ന ആളുകൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും. അവര് നിങ്ങളുടെ മുകളിൽ കയറി വന്നിട്ട് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും. ഇത്രേ ഉള്ളൂ സംഗതി. ഓക്കെ, അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ആകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് ടെക്, എസ്പെഷ്യലി ജോലി ചെയ്യുന്ന കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും, അവര് നിങ്ങളെ ജോലി തട്ടിയെടുക്കും എന്നുള്ളതാണ് വാസ്തവം. ശരിയാണ്. അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ കമ്പനി, ഇപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് ലെവലിലുള്ള എഞ്ചിനീയേഴ്സിനൊന്നും ഇപ്പൊ ഫ്രഷേഴ്സിന്റെ കോളേജിലൊക്കെ ഇപ്പൊ ഞാൻ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാ. തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് 2001 ഞാൻ പാസ് ഔട്ട് ആയിട്ടുള്ളതാണ്. അന്ന് മുതൽ ഒരു കമ്പനി ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഈ ലെവലിൽ 5 വർഷമായി നമ്മൾ കമ്പനി ബിൽഡ് ചെയ്തു എന്നുള്ളതാണ്. ബട്ട് അന്ന് ഉള്ള ഒരു പ്ലേസ്മെന്റ് റെക്കോർഡല്ല ഇന്നുള്ളത്. അന്ന് IT മേഖലയിലൊക്കെ ജോലി നോക്കുന്ന ആളുകൾക്ക് നല്ല ഡിമാൻഡ് ആയിരുന്നു. പക്ഷെ ഇന്ന് ഫ്രഷേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫ്രഷേഴ്സിനൊന്നും കമ്പനികൾക്ക് വേണ്ട. ഓക്കെ, എന്നാലും സ്കില്ലുള്ള ആളുകൾക്ക് അവിടെ പ്രാധാന്യമുണ്ട്. കാരണം കുറച്ച് സീനിയർ ലെവൽ എംപ്ലോയീസിനെയാണ് ആളുകൾ AI കൂടി അറിയെങ്കിൽ അവരെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ചെറിയ ലെവൽ ജോലികളൊക്കെ AI ചെയ്യുന്ന ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തി. അപ്പൊ നമ്മൾ അതിനേക്കാളും കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അവസരം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ലെവലിലൊക്കെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളും മാറാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എനിവേ, അപ്പൊ നമുക്ക് ആസ് എ നമ്മളെ ലെവൽ, ഇപ്പൊ നമ്മൾ ഏത് മേഖല, ബിസിനസ് ആയിക്കോട്ടെ, ഒരു വീട്ടമ്മ ആയിക്കോട്ടെ, വിദ്യാർത്ഥി ആയിക്കോട്ടെ, ഈ സ്കില്ല് നമ്മൾ AI വെച്ചിട്ട് ഒരുപാട് പല സ്കില്ലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ പറഞ്ഞ ഈ കോഴ്സിൽ ഇപ്പൊ AI വെച്ചിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റും. AI വെച്ചിട്ട് ഓട്ടോമേഷൻ ഏജന്റുകൾ ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പോസ്റ്റ് ഡിസൈൻ ചെയ്യാനും വീഡിയോ ക്രിയേഷൻ ചെയ്യാനും ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്. ടെക്നോളജി ഇപ്പൊ വലിയ ഹൈടെക് കോഡിംഗ് നോളജ് അങ്ങനെ ഒന്നും വേണമെന്നില്ല. പണ്ടൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർ ഫോട്ടോഷോപ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡാ. ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. പക്ഷെ ഇന്ന് ആ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന വർക്ക് അല്ല ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്യുന്ന വർക്ക് നമുക്ക് AI ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന ടെക്നിക്കിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത് പഠിക്കുക എന്നുള്ളതാണ്. അത് പഠിച്ചാൽ ആർക്കും പഠിക്കാവുന്നതാണ്. നിങ്ങൾ പഠിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ?
what I am talking about. ഹലോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നത്? യെസ്, നിങ്ങൾ ഇന്ററാക്ട് ചെയ്യട്ടോ. ഇന്ററാക്ട് ചെയ്താൽ നമുക്ക് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ, AI എന്താണ്, ഈ ലോകം എങ്ങനെ പോകുന്നു, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പിക്കിലോട്ട് വരുന്നതിന് മുന്നേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളൂ. ഓക്കെ. അപ്പൊ എനിവേ ഇന്ന് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് AI ഉപയോഗിച്ച് പല മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞു എങ്ങനെയൊക്കെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വൺ ഓഫ് ദ ഒരു സ്കില്ല് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ അതിന് വേണ്ട രണ്ട് ടൂളുകളാണ് നിങ്ങളെ കയ്യിൽ വേണ്ട. ഒന്ന് ഒരു സ്മാർട്ട് ഫോൺ ആണ്. നിങ്ങൾ എല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചായിരിക്കും കയറിയിട്ടുണ്ടാകുക. ലാപ്ടോപ്പുള്ള ആളുകൾ ലാപ്ടോപ്പ് കയ്യിൽ റെഡി ആക്കി വെക്കുക. ഗൂഗിളിന്റെ ക്രോം ഓപ്പൺ ആക്കി, ഇതുപോലെ ഒരു ക്രോം അല്ലെ, ഗൂഗിള് ക്രോം ഓപ്പൺ ആക്കി വെക്കുക. അല്ല ഫോണാണെങ്കിൽ ഫോൺ നിങ്ങളെ കയ്യിൽ പിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ജെമിനിയും ChatGPT യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവരെയും ഉണ്ടോ ജെമിനി? ജെമിനി ആപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. യെസ്, ലാപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഗൂഗിളിൽ ജസ്റ്റ് കയറിയിട്ട് ജെമിനി എന്ന് ടൈപ്പ് ചെയ്താൽ ജെമിനിന്റെ വെബ്സൈറ്റ് കിട്ടും. അതിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. ഇങ്ങനെ ഒരു ഇന്റർഫേസ്. ഇത് അറിയാത്ത ആരെയുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കട്ടെ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. അറിയാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്നുമില്ല, ഗൂഗിളിൽ കയറുക, ജെമിനി എന്ന് ടൈപ്പ് ചെയ്യുക. ജെമിനി GEMINI എന്ന് ടൈപ്പ് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ്. ഓക്കെ, ഇതങ്ങ് തുറന്നു കഴിഞ്ഞാൽ ജെമിനി ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുന്ന ആളുകൾ നിങ്ങളെ മെയിൽ ID വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ ജെമിനി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ടൂള്. രണ്ടാമത്തെ നമ്മൾ ടൂൾ ഉപയോഗിക്കുന്നത് ChatGPT ആണ്. ഓക്കെ, ChatGPT എല്ലാവരും യൂസ് ചെയ്യുന്ന തന്നെ അറിയാം. അപ്പൊ നിങ്ങളെ കയ്യിലൊക്കെ ഉള്ളത് ഇത് വെച്ചിട്ട് എത്ര ആളുകൾ പണം ഉണ്ടാക്കുന്നുണ്ട്, അതാ ചോദ്യം. നിങ്ങളെ സ്കില്ല് എത്ര ആളുകൾ ഇത് വെച്ചിട്ട് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്, എത്ര ആളുകൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നുണ്ട്, എത്ര ആളുകൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ബിസിനസിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ ജെമിനി ChatGPT ചെയ്യാന്ന് പറ്റും നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. പല ആളും ചെയ്യുന്നുണ്ടാവും, പക്ഷെ ചില വൃത്തിക്ക് കിട്ടുന്നുണ്ടാവില്ല, അഡ്വാൻസ് ലെവലിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ChatGPT എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ChatGPT സൈറ്റും കിട്ടും. chatgpt.com ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നാണ് മൂന്നാമത്തേതാണ് വരുന്നത്. 1 2 3. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ChatGPT വർക്ക് സ്പേസിലോട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ആർ യു റെഡി? ഇന്ന് പഠിക്കാൻ പോകുന്നത് ChatGPT ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ജെമിനി യൂസ് ചെയ്യും, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് അതിന്റെ സാധ്യതകളെ കുറിച്ച് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ഒരു പ്രൊഫഷണൽ ലെവലിൽ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു വീഡിയോ എങ്ങനെ മേക്ക് ചെയ്യാം ഇന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആർ യു റെഡി ഫോർ ദാറ്റ്? എത്ര പേര് വീഡിയോ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ജെമിനി യൂസ് ചെയ്തിട്ട്? ഇത് ഒരു ഉണ്ടാവും, ട്രൈ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും, എനിക്കറിയാം. യെസ്, ഹലോ, ഹലോ, എത്ര പേര് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് വീഡിയോ AI ഉപയോഗിച്ചിട്ട് ജെമിനി യൂസ് ചെയ്തുകൊണ്ട്? ജെമിനിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യെസ്, ഗൂഗിൾ ഫ്ലോ യൂസ് ചെയ്തിട്ടുണ്ട് ചില ആളുകൾ. ഓക്കെ, അറിയില്ല, അറിയാത്ത എത്ര പേർക്ക് അറിയില്ല, ചെയ്യാത്ത ആളുകൾ എത്ര പേരുണ്ട്? എല്ലാരും ചെയ്തന്നെ നമുക്ക് ടോപ്പിക്ക് മാറ്റാം, അതുകൊണ്ടാ. ഓക്കെ, ചെയ്തിട്ടില്ല, ചെയ്തിട്ടുണ്ടോ? ഹലോ, ചെയ്യാത്ത ആളുകൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക അറ്റ്ലീസ്റ്റ്. ഓക്കെ, നോക്കിയിട്ടുണ്ടോ? പക്ഷെ റെഡി ആയിട്ടില്ല. ഇല്ല, ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്നും വേണ്ട, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒന്ന് കയറി നോക്കുക AI വെച്ചിട്ടുള്ള ഓരോ വീഡിയോസിന് എത്ര വ്യൂസ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഇല്ല, മില്യൺ കണക്കിന് വ്യൂസ് നിങ്ങൾക്ക് AI ഉപയോഗിച്ചിട്ട് ഓരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഫോളോവേഴ്സ് ഉണ്ടാക്കിയിട്ട് ക്യാഷ് ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദിസ് ഈസ് സിമ്പിൾ സ്കിൽ. നിങ്ങൾ കാണുന്നുണ്ടാവും, നിങ്ങളൊക്കെ കൺസ്യൂമേഴ്സ് ആയിരിക്കും. നമ്മൾ ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറേണ്ട കാലാണെന്ന്. ഫ്രീ ആയിട്ട് നമുക്ക് പെയ്ഡ് കിട്ടുന്നതാണ്. അല്ലാത്തോണ്ട് സാറേ ഈ ലിമിറ്റ് ഉണ്ടല്ലോ, ഒരു 3 മിനിറ്റ് 2 മിനിറ്റ് 1 സെക്കൻഡ് ഒക്കെ 10 സെക്കൻഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ പെയ്ഡ് യെസ്, അല്ലാത്തോണ്ട്. പെയ്ഡ് അല്ലാത്തതുകൊണ്ട് അങ്ങനെ വിഷയമുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. യെസ്, ഓക്കെ. ഇപ്പൊ ജെമിനി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ പ്രോ വെർഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് സ്റ്റുഡന്റ് എന്തടിക്കുക, വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ കോളേജ് ID കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് 1 വർഷത്തേക്ക് ജെമിനിയുടെ പ്രോ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, സ്റ്റുഡന്റ് ഗൂഗിൾ ജെമിനി ഓഫർ. സ്റ്റുഡന്റ് ഗൂഗിൾ ജെമിനി ഓഫർ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ലിമിറ്റഡ് ടൈം ഓഫർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങളെ വീട്ടിൽ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ കോളേജ് ID കാർഡ്, സ്കൂൾ ID കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. ഓക്കെ, ഒരു കോസ്റ്റും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജെമിനിയുടെ പ്രോ സബ്സ്ക്രിപ്ഷൻ കിട്ടും. ഓക്കെ, ക്ലെയിം എ സ്റ്റുഡന്റ് പ്ലാനറ്റ് നോ കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്.
ഇതറിയാത്ത ആളുകൾക്ക് യൂസ് ചെയ്യട്ടോ. ഗൂഗിളിന്റെ AI Pro എന്നുള്ള പ്ലാന് 0 കോസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സ്റ്റുഡൻസിന് കിട്ടുന്ന ഓഫറാണ്. ഇത് അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട്, ഒരു വർഷം കഴിഞ്ഞാൽ 550 രൂപ പെർ മന്ത് സബ്സ്ക്രിപ്ഷനിലെ പ്ലാനാണ്. നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. യെസ്. അപ്പൊ ഇത് നിങ്ങൾക്ക് കോളേജ് ID കാർഡ്, സ്കൂൾ ID കാർഡ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ വീട്ടിലുള്ള കുട്ടികളുടെ ID കാർഡ് യൂസ് ചെയ്യട്ടോ. നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഗൂഗിളിന്റെ പ്രോ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് അവർ വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫ്രീ പ്ലാൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആയോ? എത്ര പേർക്ക് ഇത് അറിയാം? ഹലോ, ഇത് യൂസ് ചെയ്തിട്ട് ഒരു വർഷത്തേക്ക് അറിയത്തില്ല. ഓക്കെ, ഇനി വേറൊരു ഓപ്ഷൻ കൂടി പറഞ്ഞുതരാം ഫ്രീ ആയിട്ട് ജെമിനിയുടെ പ്രോ കിട്ടാൻ വേണ്ടിയിട്ട്. ജിയോ യൂസേഴ്സിന് ഓക്കെ, മൈ ജിയോ ആപ്പ് ഞാൻ എന്റെ ഫോൺ ഒന്ന് കാണിച്ചു തരാം. മൈ ജിയോ ആപ്പ് ജിയോ സിമ്മില്ല ആളുകൾ, ഇനി സിമ്മില്ലാത്ത ആളുകൾ വേണമെങ്കിൽ സിം എടുക്കാം, എന്നാലും മുതലാവും. ഓക്കെ, മാസം 1800 രൂപ 1200 രൂപ വരുന്ന പ്ലാന് ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ മൈ ജിയോ ആപ്പ് അറിയാലോ അല്ലെ, മൈ ജിയോ ആപ്പ് ഉണ്ട്. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ഇവിടെ മൈ ജിയോ ആപ്പ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജിയോ ഓൾറെഡി സിമ്മിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് കിട്ടും, ജെമിനിയുടെ പ്രോ സബ്സ്ക്രിപ്ഷൻ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് മൈ ജിയോ ആപ്പിൽ മെനു എന്നുള്ള ബട്ടൺ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈ പ്ലാൻസ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ മാനേജ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, ഗൂഗിൾ AI Pro ക്ലെയിം നൗ, ഒരു വർഷത്തേക്ക് ഫ്രീയാ, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പം ഇത് ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇസ് ഇറ്റ് യൂസ്ഫുൾ? ഹലോ, ഇത് റിയലി യൂസ്ഫുൾ. യെസ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഗൂഗിളിന്റെ പ്രോ പ്രോയിലാണ് നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റുക. ഈവൻ ഫ്ലോ ആണെങ്കിലും ഫ്രീ, ചെറിയ ലിമിറ്റഡ് ഇതേ ഉള്ളൂ. ഗൂഗിൾ ഫ്ലോയിൽ നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കാൻ ഫ്രീ പ്ലാനിലും പറ്റും, പക്ഷെ ലിമിറ്റഡ് യൂസേജേ പറ്റുള്ളൂ. പക്ഷെ ജെമിനി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം 1000 ക്രെഡിറ്റ് വരെ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. ഇല്ലാത്ത ആളുകൾ ഇപ്പൊ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എത്ര മിനിറ്റ് വരെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു അപ്രോക്സിമേറ്റ്ലി? ഒരു വീഡിയോ ഇപ്പൊ പ്രോ ആണെങ്കിൽ കൂടി ഒരു വീഡിയോ മാക്സിമം നിങ്ങൾക്ക് 10 സെക്കൻഡ് ജെമിനി തരുന്നുള്ളൂ. 10 സെക്കൻഡ് പല ഫ്രെയിംസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കമ്പൈൻ ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾ ഇപ്പം കാണുന്നൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു 10 സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ എത്ര, ഐ മീൻ 10 ക്രെഡിറ്റ് ആണ്, മിനിമം 10 ക്രെഡിറ്റ് ആണ്. യെസ്. ഓക്കെ, അപ്പൊ ആർ യു റെഡി? നമുക്ക് ജെമിനി യൂസ് ചെയ്ത് തുടങ്ങിയാലോ? യെസ്. പിന്നെ ഒരു ടൂൾ കൂടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് പിൻട്രസ്റ്റ് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പിൻട്രസ്റ്റ് എന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ആദ്യം തരുന്ന വെബ്സൈറ്റ് ആണ് പിൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ 3 ടൂളുകളാണ് നമ്മൾ ഇവിടെ നിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഹലോ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ പിൻട്രസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഹലോ, അടിച്ചോ? ആർ യു റെഡി? യെസ്. പിൻട്രസ്റ്റഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നീഷ് സെലക്ട് ചെയ്യാം. പ്രാക്ടിക്കൽ ആയിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഫുഡ് ആകാം, ഡ്രസ് ആകാം, ആ മേഖലയിൽ അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു വീഡിയോ, ഒരു ബ്രാൻഡിന് വേണ്ടിയുള്ള ഒരു വീഡിയോ, ഒരു ഹൈ ക്വാളിറ്റി വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പിൻട്രസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സെർച്ച് ചെയ്യാം. എല്ലാവരും ഒന്നും സെർച്ച് ചെയ്യണ്ട. ഞാനിവിടെ ക്ലോത്ത് ആണ് സെലക്ട് ചെയ്യുക. ക്ലോത്ത് ബ്രാൻഡിന് വേണ്ടിയുള്ള ഒരു ആഡ് വീഡിയോ ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെക്കാം. ഓക്കെ, ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഓൾറെഡി കുറെ തരുന്നുണ്ട്. ക്ലോത്ത് ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നതായിരിക്കും. യെസ്, ഈ കുട്ടിയുടെ ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇത് നമ്മളങ്ങ് എന്ത് ചെയ്യാണ്, ഈ കുട്ടിയുടെ ഫാഷൻ ഷോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ഒരു ആഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഡ്രസ് ആകാം, നിങ്ങൾക്ക് ഇനി ഫുഡ് ആണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. സ്പോർട്സ് ഐറ്റംസ് ആണ് അങ്ങനെ സെലക്ട് ചെയ്തോ. ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ലാപ്പ് ആണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എന്നുള്ളത് ഉണ്ടാവും. ഫോൺ ആണെങ്കിൽ നെക്കി പിടിച്ചു കഴിഞ്ഞാൽ അതിന് കോപ്പി ഓപ്ഷൻ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ആർ യു റെഡി? പിൻട്രസ്റ്റിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. നിങ്ങൾ റെഡി ആണോ? യെസ്, നിങ്ങൾ സെലക്ട് ചെയ്ത് ഞാൻ ഈ കുട്ടിയുടെ ഇതാണ് എടുക്കണം, കോപ്പി അടിച്ചു.
എന്നിട്ട് കോപ്പി ചാറ്റ് ആണ് ജി പി ചെയ്യണോ ടി അല്ല കൊണ്ടുവന്നാണ് ഡൗൺലോഡ് ചെയ്യാമോ? ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പോകാൻ പറ്റും. ഫോണിലാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, കോപ്പി ചെയ്യാം, എന്തും ചെയ്യാം. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ലാപ്പിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, കൺട്രോൾ വി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കോപ്പി ചെയ്ത സാധനം ഇവിടെ കിട്ടും. ചാറ്റ് ജി പി ടിയിലാണെങ്കിൽ നെക്കി പിടിച്ചിട്ട് പേസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ കോപ്പി ചെയ്ത സാധനം ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഹലോ, ഇത്ര നിങ്ങൾ ചെയ്തോ? നിങ്ങൾ എല്ലാവരും ചെയ്യണം കേട്ടോ. നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. യെസ്, എത്ര പേര് ചെയ്തു? ഇങ്ങനെ ചെയ്തോ? നിങ്ങൾ എല്ലാവരും ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെറുതെ വാച്ച് ചെയ്ത് പോകില്ല, പ്രാക്ടിക്കൽ ആയിട്ടാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എങ്ങനെയാണ്. ഇതിനൊക്കെ നമുക്ക് മില്യൺസ് ഓഫ് വ്യൂസ് ഇത്തരം ഇതിന്റെ ട്യൂട്ടോറിയൽ ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 30K പ്ലസ്, ഇന്നലെ ഇട്ട വീഡിയോക്ക് 30K പ്ലസ് ഒക്കെ വ്യൂസ് കയറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഫോളോവേഴ്സിനൊക്കെ കയറ്റാം. നിങ്ങൾ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻസീസ് ഒക്കെ. ഓക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ചെറിയ രീതിയിൽ പഠിച്ചിട്ട് നിങ്ങൾ തന്നെ എക്സ്പേർട്ട് ആയിട്ട് നിങ്ങൾക്ക് അതിലോട്ട് എന്ത് ചെയ്യാം, ഏർണിങ്സ് ഉണ്ടാക്കുന്ന ലെവൽ വേണമെങ്കിൽ AI വീഡിയോ പ്രൊഡക്ഷൻ ഏജൻസി നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. ആ ലെവലിലൊക്കെ അല്ലെങ്കിൽ ഒരു കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ പറ്റും. ഓക്കെ. യെസ്, ഇത് നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചാറ്റ് ജി പി ടിയിൽ ഒരു കമാൻഡ് പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കണം. സ്ലാഷ് എന്നുള്ള കണ്ടോ അവിടെ, സ്ലാഷ് എന്നുള്ള ബട്ടൺ നിങ്ങൾ അമർത്തുക. എന്നിട്ട് എന്താ അടിക്കുക, സ്റ്റോറി ബോർഡ് എന്ന് ടൈപ്പ് ചെയ്യാം. കണ്ടോ, സ്റ്റോറി ബോർഡ് എന്ന് ടൈപ്പ് ചെയ്യാം. എന്താ ടൈപ്പ് ചെയ്യേണ്ടത്, വേറെ പ്രോംപ്റ്റ് ഒന്നും വേണ്ട, സിമ്പിൾ കമാൻഡ് ആണ്. സ്ലാഷ് സ്റ്റോറി ബോർഡ് എന്ന് ടൈപ്പ് ചെയ്യാം. ചെയ്തോ? ഹലോ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റർ കൊടുത്തു. അപ്പൊ ചാറ്റ് ജി പി ടി എനിക്ക് വേണ്ടിയിട്ട് സ്റ്റോറി ബോർഡ് ചെയ്തു തരാണ്. കിഡ്സ് ഫാഷൻ എ വീഡിയോ സ്റ്റോറി ബോർഡ് എന്ന് ചാറ്റ് ജി പി ടി അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു വീഡിയോ ആക്കാനുള്ള സ്റ്റോറി ബോർഡ്, നമുക്ക് ഓരോ ഷോർട്ടിലും എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ട് പ്രോംപ്റ്റ് അടക്കം എനിക്ക് ഷോർട്ട് ബൈ ഷോർട്ട് ആയിട്ട് എനിക്ക് എന്താ 8 to 10 സെക്കൻഡ് ഡ്യൂറേഷൻ ഉള്ള 9:16 എന്ന പോർട്രേറ്റ് മോഡിലെ വീഡിയോ തയ്യാറാക്കാനുള്ള ഓരോ സീനുകൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റോറി ബോർഡ് എനിക്ക് ചാറ്റ് ജി പി ടി ക്രിയേറ്റ് ചെയ്ത് തന്നു. യെസ്, നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? സിമ്പിൾ ആണ്. നമ്മൾ ഏതെങ്കിലും നീഷ് എന്ത് ചെയ്തു, പിൻട്രസ്റ്റിൽ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് സ്വന്തം ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ. വീട്ടില് ഡ്രസ്സ് വിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് അവരുടെ ഡ്രസ്സിന്റെ വീഡിയോസ് എന്ത് വെച്ചിട്ട് നിർമ്മിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ നിങ്ങൾക്ക് യൂസ് കേസ് ഉണ്ട്, ഒരുപാട് യൂസ് കേസ് ഉണ്ട് കേട്ടോ. ഇവൻ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഭയങ്കര യൂസ്ഫുൾ ആണിത്. ഓക്കെ. ₹1 5 പൈസ മുടക്കില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ പുറത്ത് വീഡിയോ പ്രൊഡക്ഷൻ ആണെങ്കിൽ മിനിമം ₹3000 നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വാങ്ങാം. ആ ലെവലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ്. ഹലോ, ഇത്രയും ചെയ്തോ? ആർ യു റെഡി? ഇത്രയും ചെയ്ത ആളുകളൊന്ന് തംസപ്പ് ഇടാം, അല്ലെങ്കിൽ കമന്റിൽ എന്ത് ചെയ്യാ, ആർന്ന് ടൈപ്പ് ചെയ്യാം. സലീം ബാബു റെഡി ആണ്. എന്നിട്ട് നമ്മൾ എന്താ ചാറ്റ് ജി പി ടി പ്ലസ് ഐക്കൺ കാണാം, ഇവിടെ പ്ലസ്. മുഹമ്മദ് ഷാഫി, എന്ത് പറ്റി, എന്താണ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ട്? ചാറ്റ് ജി പി ടി ഇല്ലാത്തതാണോ പ്രശ്നം? ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യും അപ്പൊ തന്നെ. ഓക്കെ. പ്ലേ സ്റ്റോറിൽ പോയി ചാറ്റ് ജി പി ടി അടിച്ചു കഴിഞ്ഞാൽ ആപ്പ് കിട്ടും. ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തത് ഈ പ്ലസ് ഐക്കൺ അമർത്തിയിട്ട് ഇവിടെ ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ചാറ്റ് ജി പി ടിയിൽ ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഫ്രീ വെർഷനിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ. ക്രിയേറ്റ് ഇമേജ് എന്ന്, എന്നിട്ട് ഇവിടെ ഒന്നുകൂടി എന്ത് ചെയ്യുക, സെയിം ചാറ്റിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സ്ലാഷ് സ്റ്റോറി ബോർഡ് എന്ന് വീണ്ടും ടൈപ്പ് ചെയ്യുക. ഹലോ, വീണ്ടും നമ്മൾ സ്റ്റോറി ബോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. അപ്പൊ നമുക്ക് ചാറ്റ് ജി പി മുകളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറി ബോർഡ് ഓരോ സീൻ ബൈ സീന് എന്താണെന്നുള്ള ഇമേജസ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ചാറ്റ് ജി പി ടി നമുക്ക് തരും. ദിസ് ഇസ് വാട്ട് യു ആർ ഡൂയിങ്. Let us wait for that. Okay. അവിടെ സ്ലാഷ് ചെയ്തിട്ട് സ്റ്റോറി ബോർഡ്, പിന്നെന്താ സ്റ്റോറി ബോർഡ്. അത് ഇമേജ് ക്രിയേറ്റ് ആകുന്നുണ്ടല്ലോ. യെസ്, ആദ്യം നമ്മൾ എന്ത് ചെയ്തു, അതിലെ ടെക്സ്റ്റ് വരുന്നില്ല, ടെക്സ്റ്റ് തന്നു. പിന്നെ നമുക്ക് അതിന്റെ ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഇമേജ് തരുന്നുണ്ട്. ഡയറക്റ്റ് ഇമേജ് തന്നു. പുതിയൊരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒന്നും കൂടി ചെയ്ത് നോക്കുക, അപ്പൊ റെഡി ആവും. അല്ലെങ്കിൽ സ്റ്റോറി ബോർഡ് സ്ക്രിപ്റ്റ് എന്ന് ടൈപ്പ് ചെയ്താലും മതി. സ്ലാഷ് സ്റ്റോറി ബോർഡ് സ്ക്രിപ്റ്റ്.
നിങ്ങൾക്ക് ഓക്കെ വായിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചാറ്റ് ജിപിടിന്റെ ഇമേജിനേഷനിലുള്ള ഒരു സ്റ്റോറി ബോർഡ് തരും. നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് ഓരോ സീക്വൻസ് എന്താണ്, ഒരു ആക്ഷൻസ് എന്താണെന്നുള്ളത് കറക്റ്റ് ഇവിടെ എഴുതി തന്നിട്ട് ഇതിൽ വേണമെങ്കിൽ എഡിറ്റും ചെയ്യാം. ഓരോ സീൻ ബൈ സീൻ നിങ്ങൾക്ക് മോഷൻ ചാറ്റ് ജിപിടി തരുന്ന തന്നെ വേണ്ട. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താനാണ് സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്യുന്നത്. യെസ്, നമുക്ക് ഇവിടെ ഒരു സ്റ്റോറി ബോർഡിന്റെ ഒരു ഇമേജ് നമുക്ക് തയ്യാറാക്കി തന്നിട്ടുണ്ട്. കിഡ്സ് ഫാഷൻ AI വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറി ബോർഡ് നമുക്ക് തയ്യാറാക്കി തന്നു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് നമുക്കൊന്ന് എടുത്തു നോക്കാം. എന്താണ് ഓരോ സീനും. ടോട്ടൽ നമുക്ക് തന്നിട്ടുള്ള 6 ഷോട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. Yes. ഇത് വേണമെങ്കിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഗ്രൂപ്പിൽ ഒന്ന് ഇടാം. ഓക്കെ, സ്ക്രിപ്റ്റ് തന്നതിന് പിന്നെ എന്ത് ചെയ്യാണ് സാറ്? സ്ക്രിപ്റ്റ് എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇമേജ് സെലക്ട് ചെയ്യുക. ചാറ്റ് ജിപിടിയിൽ പ്ലസ് ഐക്കൺ അമർത്തിയിട്ട് ഇമേജ് ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ ഇമേജ് സെലക്ട് ചെയ്തിട്ട് /സ്റ്റോറി ബോർഡ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്തോ? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഹലോ, നിങ്ങൾ റെഡി ആണോ? എത്ര പേര് റെഡിയാണ്? ഓക്കെ ആയിട്ടുണ്ട്. സ്റ്റോറി ബോർഡ് സ്ക്രിപ്റ്റ് എത്ര പേര്, സ്റ്റോറി ബോർഡ് ഇമേജ് എത്ര പേര് ക്രിയേറ്റ് ചെയ്തു? സീനൊക്കെ അവർ തന്നതിന് ശേഷം പിന്നെ എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ തന്നോ? അപ്പൊ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നോ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഇങ്ങനെ സാറേ ചെയ്യണം. ഈ സ്ക്രിപ്റ്റ് വന്നു, പക്ഷെ അതിനുശേഷം ഇമേജ് സെലക്ട് ചെയ്യാൻ പ്ലസ് ബട്ടൺ അമർത്തുമ്പോൾ ഇമേജ് കാണിക്കുന്നില്ല. അതില് ഫയല്, ഫോട്ടോ, ക്യാമറ എന്ന രീതിയിലേ കാണിക്കുന്നുള്ളൂ. അതിപ്പോ എന്താണ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. നിങ്ങൾ പുതിയൊരു ചാറ്റ് ഓപ്പൺ ആക്കി നടക്ക്. ഇതില് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ചാറ്റ് ജിപിടി ഇതുവരെ അപ്ഡേറ്റ് ചെയ്യാതെ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ മൂന്നാമത്തതാണ് കാണുന്നത്, സ്ക്രീനിൽ കാണുന്നില്ലേ? ക്രിയേറ്റ് ഇമേജ് കാണാൻ പറ്റും. അങ്ങനെയാണോ വരുന്നത്? ഇനി അങ്ങനെ വരാത്ത ആളുകൾക്ക് സ്റ്റോറി ബോർഡ് ഇമേജ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. /സ്റ്റോറി ബോർഡ് ഇമേജ്, സെയിം ചാറ്റിൽ കേട്ടോ. ഹലോ, നിങ്ങൾ റെഡി ആണോ? സെയിം ചാറ്റിൽ ഇങ്ങനെ സീൻ ക്രിയേറ്റ് ചെയ്യണം. ഞാനത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിൽ ഒന്ന് ഞാൻ ഷെയർ ചെയ്യാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ റെഡിയാണ്, സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എന്താണ് ടൈപ്പ് ചെയ്തത്? സ്റ്റോറി ബോർഡ് ഇമേജ് എന്നാണോ / കൊടുത്തത്? അതെ അതെ. ഓക്കെ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറി ബോർഡ് എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഇടാം. എല്ലാവർക്കും കാണട്ടെ, എല്ലാവരും ചെയ്യട്ടെ. ഓക്കെ, വാട്സപ്പ് ഗ്രൂപ്പിലാണോ? നമ്മുടെ കോമൺ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ചാറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്, ഓക്കെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ എന്റെ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യാം. ഓക്കെ, ഓക്കെ, എത്ര പേര് റെഡിയാണ്? ചെയ്തിട്ടുണ്ട്. യെസ്, എല്ലാരും ഡ്രസ് തന്നെ ചെയ്ത്, വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല. യെസ്, ഈ അലൻ ജോസഫ് ലയന്റെ സ്റ്റോറി ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ വെറൈറ്റി സാധനം വരട്ടെ. എല്ലാരും എന്നെ കോപ്പി അടിക്കില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളതായിട്ടുള്ള സാധനം കണ്ടെത്തുക. ഓക്കെ, ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ആകെ 3 പേര് 4 പേരൊക്കെ ഉള്ളൂ, ബാക്കി എല്ലാവരും ഇല്ലേ? യെസ്, ട്രാവലിംഗ്, യെസ്, വെരി ഗുഡ്. മൗണ്ടൻ ഹൈക്കിംഗ് അഡ്വഞ്ചർ, വെരി ഗുഡ്. യെസ്, ഇതെല്ലാവരും ചെയ്തല്ലോ അല്ലെ? അടുത്തതായിട്ട് നമുക്ക് ഇപ്പൊ ജെമിനിന്റെ പ്രോ എല്ലാ ആളുകൾക്കാണ് അത് യൂസ്ഫുൾ ആകുക. പ്രോ ഇല്ലാത്ത ആളുകൾ ഫ്ലോ എന്നുള്ള ടൂൾ ഉണ്ട്, അവർക്ക് വേണ്ടി പരിചയപ്പെടുത്താം. പ്രോ എല്ലാ ആളുകൾ എന്താ, എത്ര പേർക്ക് പ്രോ ഉണ്ട്? ജെമിനിയുടെ പ്രോ സബ്സ്ക്രിപ്ഷനിൽ എത്ര പേരുണ്ട്? പ്രോ ഇല്ലാത്തവർ ഫ്രീ ആയിട്ട് എങ്ങനെ കിട്ടാന്നുള്ള ഞാൻ പറഞ്ഞു. ഓക്കെ,
പ്ലസ് ഐക്കൺ എടുക്കുക. ഇവിടെ ക്രിയേറ്റ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണും ജെമിനി പ്രോ സബ്സ്ക്രിപ്ഷനിലെ ആളുകൾ. ഓക്കെ, ട്രൈ ഇറ്റ് എന്ന് കൊടുക്കുക. അപ്പൊ ഇവിടെ വീഡിയോ മോഡ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇനി പ്രോ ഇല്ലാത്ത ആളുകൾക്ക് ഞാൻ എന്ത് ചെയ്യാം, ഗൂഗിളിന്റെ ഫ്ലോ എന്ന ടൂൾ ഉണ്ട്, FLOW. ഗൂഗിളിൽ കയറുക നിങ്ങൾ, ഫ്ലോ എന്നുള്ള ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. labs.google.com എന്നുള്ള വെബ്സൈറ്റിൽ ഗൂഗിളിന്റെ ഫ്ലോ. മനസ്സിലായത് എങ്ങനെ എടുക്കാന്നുള്ളത്? പെട്ടെന്ന് ഞാൻ പോയ ഒരു സംശയം. ഒന്നുമില്ല, ഗൂഗിളിൽ കയറുക, ഗൂഗിൾ ഫ്ലോ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. എന്താ ടൈപ്പ് ചെയ്യുക? ഗൂഗിൾ ഫ്ലോ. ഓക്കെ, ഗൂഗിൾ ഫ്ലോ എന്ന് ടൈപ്പ് ചെയ്യുക. ഫോണിൽ കയറുമ്പോൾ ഗൂഗിൾ ഫ്ലോ ഫോണിലും അവൈലബിൾ ആണ്. ഫോണിലാകുമ്പോൾ ഒന്നുകൂടി ആപ്പാണ് നല്ലത്. പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ ഫ്ലോ എന്ന് അടിച്ചാൽ മതി. ക്രിയേറ്റീവ് സ്റ്റുഡിയോ ഫോർ വീഡിയോ ആൻഡ് ഇമേജസ് എന്ന് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രോന്റെ ആവശ്യമില്ല, ഫ്രീ ആയിട്ട് തന്നെ ക്രിയേറ്റ് വിത്ത് ഗൂഗിൾ ഫ്ലോ എന്നുണ്ട്. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ സൈൻ ഇൻ ചെയ്യണം, സൈൻ അപ്പ് ചെയ്യാം. നിങ്ങളുടെ മെയിൽ ഐഡി വെച്ച് സൈൻ അപ്പ് പ്ലേ ചെയ്യാം. സ്റ്റോർ ഡൗൺലോഡ് ചെയ്യണോ? പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ ഫ്ലോന്റെ ആപ്പ് അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും നിങ്ങൾ ചെയ്തോ? പ്രോ ഉള്ള ഗൂഗിൾ ജെമിനിയുടെ പ്രോ ഉള്ള ആളുകൾ നേരെ എന്ത് ചെയ്യുക, ഒരു പുതിയൊരു ചാറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് പ്ലസ് ഐക്കൺ അമർത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണും. ഓക്കെ, ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ലാൻഡ്സ്കേപ്പ് മോഡ് ഉണ്ട്, അതുപോലെ പോർട്രേറ്റ് മോഡ് ഉണ്ട്. അപ്പോൾ റീൽ ഫോമാറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 9:16 എന്ന ഫോമാറ്റ് പോർട്രേറ്റ് സെലക്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇവിടെ പ്ലസ് ഐക്കൺ, വീഡിയോന്റെ താഴെ ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, ഇമേജ്. ഓക്കെ, ഇമേജിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ചെയ്യാം, ആ സ്റ്റോറി ബോർഡ് ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാം. ഹലോ, ഇത്ര റെഡിയാണോ? ഫ്ലോയിലാണെങ്കിൽ ഫ്ലോ ഉപയോഗിക്കുന്ന ആളുകൾ ഫ്രീ ആയിട്ട് സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്ത ന്യൂ പ്രോജക്ട് സെലക്ട് ചെയ്യാം. എന്തായാലും ന്യൂ പ്രോജക്ട്. ഓക്കെ, ഡെയിലി അര മണിക്കൂർ ഈ സ്കില്ല് പഠിച്ച് ഡെയിലി അരമണിക്കൂർ മാറ്റി നിങ്ങൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ഥിരം പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സ് വർക്ക് പിടിച്ചു തുടങ്ങാൻ പറ്റും. ഹലോ, ജെമിനിയിൽ പറഞ്ഞോളൂ. ആഡ് വീഡിയോ എങ്ങനെ ഇതാക്കുന്നു? കാണുന്നില്ല. ഇതാണോ കാണുന്നില്ല എന്ന് പറഞ്ഞു? ഈ ഓപ്ഷൻ എങ്ങനെ സെലക്ഷൻ ചെയ്യാന്? പ്ലസ് ഐക്കൺ അമർത്തുക, വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, ക്രിയേറ്റ് വീഡിയോ. ക്രിയേറ്റ് വീഡിയോ എന്ന ഓപ്ഷൻ കാണുന്നില്ല എന്റെ ജെമിനി. നിങ്ങൾ പ്രോ അക്കൗണ്ട് ആണോ? അതെങ്ങനെ മനസ്സിലാവും? പ്രോ അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഗൂഗിളിന്റെ ഇതിന്റെ ഇവിടെ കണ്ട പ്രോ എന്ന് കണ്ട ജെമിനി ഫ്ലാഷ് എന്ന് കാണുന്നുണ്ട് അതിൽ പേര്. ഇവിടെ നിങ്ങൾ സൈൻ ചെയ്ത ഇവിടുത്തെ സെറ്റിംഗ്സിന്റെ ഇവിടെ താഴെ ഇവിടെ ഉണ്ടോ പ്രോ ആണെങ്കിൽ പ്രോ എന്ന് കാണിക്കും. ഇത് കാണിക്കണ്ടോ? ഇല്ല, അപ്ഗ്രേഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്ഗ്രേഡ് ചെയ്താലേ കിട്ടുള്ളൂ. അതിനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഗൂഗിളിന്റെ ഫ്ലോറിന് ടൂൾ ഉപയോഗിക്കാന്. ഓക്കെ, രണ്ടും ഒരേ സ്റ്റെപ്പാണ് ചെയ്യാന്? രണ്ടും ജെമിനിന്റെ തന്നെയാണ്, രണ്ടും ഒരേ ടീം തന്നെയാണ്. പക്ഷേ ഫ്ലോറിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ ജെമിനിയിൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോ ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. രണ്ടും ഗൂഗിളിൽ തന്നെ. ഫ്ലോ ബെസ്റ്റ് അല്ലേ? ഇപ്പൊ കാണുന്നില്ല. ഫ്ലോ എന്ത് ചെയ്യാം, നിങ്ങൾ ഗൂഗിളിൽ ഒരു ഫ്ലോ എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഇത് എത്ര പേര് ചെയ്തു? ഹലോ, ഫ്ലോ ചെയ്യാൻ പറ്റുന്ന ഫ്ലോ എടുക്കുക. സലൻസർ ഓൾറെഡി ഫ്ലോ ഉള്ള ആളാണ്. ഓക്കെ, ബാക്കിയുള്ള ആളുകൾ സുഹൈറ, അതുപോലെ റമീസ, ഷാക്കിർ, മനു, പൊന്നു, നിങ്ങളത് ചെയ്യുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. ദിസ് ഇസ് എ പ്രാക്ടിക്കൽ സെക്ഷൻ അല്ലെ? പ്രാക്ടിക്കൽ സെക്ഷൻ ആണ്. അപ്പം ജെമിനിയുടെ പ്രോ കിട്ടാൻ എന്താണ് വഴി അല്ലെ? പ്രോ കിട്ടാൻ എന്ത് ചെയ്യാന്ന് ഗൂഗിളിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, ഗൂഗിൾ ജെമിനി സ്റ്റുഡന്റ് ഓഫർ നടിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളെ വീട്ടിലുള്ള വിദ്യാർത്ഥികൾ 6ാം ക്ലാസ് പഠിക്കുന്ന, 7ാം ക്ലാസ് പഠിക്കുന്ന, കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും. ഒരു ID കാർഡ് എന്ത് ചെയ്യുക, നിങ്ങൾ ഗൂഗിളിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 വർഷത്തേക്ക് അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും.
ഈ വർഷമാണ് 2026 ആണെങ്കിൽ അക്കാഡമിക് ഇയർ കറക്റ്റ് അതിൽ വേണം കാണിക്കണം. ഓക്കെ, 2026 പഠിക്കുന്ന കുട്ടിയാണെന്നുള്ളത് ഉണ്ട് എന്നുണ്ടെങ്കിൽ കോളേജ് ഐ ഡി കാർഡ് പഠിച്ചിറങ്ങിയാൽ കിട്ടൂല. ഓക്കെ, സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഫ്രീ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജിയോ സിം യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മൈ ജിയോ ആപ്പ് കയറിയിട്ട് മൈ പ്ലാൻസിന് കയറി കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിൾ AI പ്രോ ഫ്രീ ആയിട്ട് കിട്ടും. ജിയോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ്, ഒരു വർഷത്തേക്ക് ഫ്രീ കിട്ടും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ഇനി ഇല്ലാത്ത ആളുകൾ നോട്ട് ചെയ്തേക്കുക, വീഡിയോ കൃത്യമായിട്ട് വാച്ച് ചെയ്ത് പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ പിന്നീട് നിങ്ങൾ ചെയ്താൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി. നോട്ട് ചെയ്ത് ഒരു പെന്നും നോട്ടൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാ, നിങ്ങൾ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ ഫ്ലോ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, ഇത്രയും ഇവിടെ എത്തിയില്ലേ. ഇനി വാട്ട് ഡു യു വാണ്ട് ടു ക്രിയേറ്റ്, നിങ്ങൾ പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യാം, പ്ലസ് നടിക്കുക. എന്നിട്ട് ഇമേജസിൽ പോവുക. എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അപ്ലോഡ് മീഡിയ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറി ബോർഡ് ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്ലോഡ് ചെയ്യാം. ഇവിടെ അപ്ലോഡ് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗൂഗിളിന്റെ പ്രോ പ്ലാനിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നേരെ നമ്മൾ കമന്റ് കൊടുക്കുകയാണ്. മേക്ക് എന്താ കൊടുക്കണം, പ്രോംപ്റ്റ് കൊടുക്കുക. മേക്ക് ആൻഡ് ബ്രാൻഡ് ആഡ് വീഡിയോ ഫോർ ദിസ് പിക്. സിമ്പിൾ പ്രോംപ്റ്റ്, വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുക്കണം. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കൊടുക്കുക. ഈ പ്രോംപ്റ്റിങ്ങിലാണ് നമ്മൾ മൊത്തം കളി കിടക്കുന്നത്. ബട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ബ്രാൻഡിന്റെ ആഡ് വീഡിയോ, ഈ സ്റ്റോറി ബോർഡിന്റെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരണം ജെമിനോട് പറയാണ്. എൻ്റർ കൊടുക്കുന്നു. അപ്പൊ ജെമിനി നമുക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ മേക്ക് ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അനലൈസ് ചെയ്യുന്നുണ്ട്. ഡിഫൈനിങ് ദ സ്കോപ്പ്. ഹലോ, ഇത് എത്ര പേര് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ചെയ്ത് നോക്കുന്ന എത്ര പേരുണ്ട്? സലൻസർ ഓക്കെയാണ്. അൽസർ മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും റെഡി ആയിട്ടില്ലേ? ഫ്ലോ റെഡി ആയിട്ടില്ല? റെഡി ആകാത്ത ആൾ ചോദിച്ചോളൂ കേട്ടോ, കാണിച്ചു തരാം. പിന്നെ ഫ്ലോയിൽ ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നം, കുട്ടികളുടെ ഇമേജസ് ഒന്നും ഫ്ലോ അധികം സപ്പോർട്ട് ചെയ്യില്ല. ജെമിനിക്ക് അത്ര പ്രശ്നമല്ല. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഫ്ലോയിലൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ, മുതിർന്ന ആളുകളുടെ സീൻസ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, കുട്ടികളാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. യെസ്, ചില സമയത്ത് ടെക്നിക്കൽ എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താ, പ്രൊഡക്റ്റ് മാറ്റുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു സാധനം ക്രിയേറ്റ് ചെയ്യാം. അത് 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളെയാണ് സപ്പോർട്ട് ചെയ്യുക ജെമിനി ഫ്ലോ. ഓക്കെ, ഞാനിവിടെ ഇവിടെ നട്സിന്റെ ഉണ്ട്. ഞാൻ ബർഗറിന്റെ ഒരു വീഡിയോ അല്ലെ, ഞാൻ ബർഗറിന് അടിക്കാണ്. ഫുഡാകുമ്പോൾ പ്രശ്നമല്ലല്ലോ, നമുക്ക് ഏജിന്റെ പ്രശ്നം വരുന്നില്ലല്ലോ. ഓക്കെ, ബർഗറിന്റെ ഒരു 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 ഇമേജ് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ അങ്ങ് കോപ്പി ചെയ്തു, അങ്ങ് സെലക്ട് ചെയ്തു, ചാറ്റ് GPT പോകുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പുതിയൊരു ചാറ്റ് എടുക്കുന്നു, ക്രിയേറ്റ് ആക്കി അല്ലെ, സിംഹത്തിന്റെ അല്ലെ. അതൊന്ന് ഇടാം, ഗ്രൂപ്പിലിടാം. യെസ്, ബർഗറിന്റെ സ്റ്റോറി ബോർഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലോയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. യെസ്, ഗൂഗിളിനോട് നമ്മൾ വീഡിയോ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. യെസ്, വീഡിയോ റെഡി ആയിട്ടുണ്ട്. നോക്കാം, ഹൗസ് ഇറ്റ് ഉണ്ടോ. ഹൗസ് ഇറ്റ്, എങ്ങനെയുണ്ട്? ആ കുട്ടി ഡ്രസ് ഇട്ടത് എന്ത് വീഡിയോ ആക്കി മാറ്റി. നമുക്ക് എന്ത് വേണ്ട, ഫോട്ടോ ഇട്ട് ഒരു ഇമേജ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള വീഡിയോസ് നമുക്ക് ജെമിനി വെച്ചിട്ട് നിർമ്മിച്ചു തരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. യെസ്, അപ്പൊ ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം.
വിത്തൗട്ട് എനി പ്രോംപ്റ്റ് പോലും നമ്മൾ ഉപയോഗിക്കാതെ നമുക്ക് വേണ്ട സീൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നോർമലി നമ്മൾ വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴാണ് നല്ല സീൻസ് കിട്ടുക. പക്ഷെ ഇങ്ങനെ നിങ്ങൾ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു സീക്വൻസ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും കിട്ടും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുക. നമ്മളത് കോപ്പി ചെയ്തു ഗൂഗിൾ ഫ്ലോയിൽ പോകുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ബർഗറിന്റെ വീഡിയോ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. അപ്പൊ ചെയ്ത ആളുകൾ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ഇത് മനസ്സിലായതിന് പ്രൊസീജിയർ മനസ്സിലായോ? ഫ്ലോയിൽ കയറിയിട്ട് ഇത് ആഡ് ചെയ്യാം. എന്നിട്ട് ഫ്ലോയിൽ ഇവിടെ നമ്മൾ കയറും, പ്ലസ് ഐക്കൺ അമർത്തി ഇവിടെ നമുക്ക് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇമേജ് മോഡാണ്, നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ മോഡ് ഓപ്പൺ ആക്കി കൊടുക്കാം. വീഡിയോ ജനറേഷൻ ഇവിടെ ഔട്ട് വണ്ണാക്കാം. ഫ്ലോയിലെ ആളുകൾ മേക്ക് ആൻഡ് ആഡ് വീഡിയോ എന്ന് കൊടുക്കുന്നു. ജസ്റ്റ് ബൂം, എന്താണ് സംഭവിക്കുന്നത് നോക്കാം. എങ്ങനെ ടെസ്റ്റ് ചെയ്യണം സാർ? മേക്ക് ആൻ ആഡ് വീഡിയോ, ഇതിന് വീഡിയോ ഉണ്ടാക്കി തരണം. ആഡ് മേക്ക് ആൻ ആഡ് വീഡിയോ. യെസ്, ജെമിനിയിൽ അത് അങ്ങനെ തന്നെയാണോ? ജെമിനിയിൽ അങ്ങനെ തന്നെയാണ്. അതങ്ങനെ ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് ഇത് വന്നിട്ടുള്ളത്. ചെയ്ത ആളുകൾ ഗ്രൂപ്പിലിടുക. എത്ര പേര് ചെയ്തിട്ടുണ്ട് വീഡിയോ? ഒന്ന് അടിപൊളി ലാൻഡ് ഒരു വീഡിയോ. വെരി ഗുഡ്. ശരിയായിട്ടില്ല, അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അലൻ സർ ചെയ്ത്, അലൻ ജോസഫ് ഏട്ടൻ ചെയ്തെന്ന് നോക്കൂ ഗ്രൂപ്പിലിട്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു 10 സെക്കൻഡിന്റെ ഒരു വീഡിയോ ആണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതെങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? 10 സെക്കൻഡ് മാത്രമല്ലല്ലോ, നമുക്ക് ഒരു 1 മിനിറ്റിന്റെ റീലൊക്കെ ആക്കി എങ്ങനെ മാറ്റാം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹലോ, ഇപ്പൊ നിങ്ങൾ സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? അപ്പം നിങ്ങൾക്ക് 30 സെക്കൻഡിന് വേണ്ടിയുള്ള സ്റ്റോറി ബോർഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റും. യെസ്, ഫാസിലത്ത് വെരി ഗുഡ്, അടിപൊളിയായിട്ടുണ്ട്. യെസ്, സെറ്റ് ആയിട്ടുണ്ട്. യെസ്, ഫാസില മാഡം ഇതായിട്ടുണ്ട്. എന്താ പേര്? ഫാസില തന്നെ അല്ലേ? യെസ്, പേര് അതിൽ കാണുന്നതാണ് ഞാൻ പറയുന്നത്. സോറി ഫോർ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. യെസ്, അപ്പൊ അങ്ങനെ നിങ്ങൾ എല്ലാവരും ഇടാം. അപ്പൊ ഞാൻ എന്റേത് യെസ് നിങ്ങൾ എല്ലാവരും കണ്ടു വിചാരിക്കും. അപ്പൊ വളരെ സിമ്പിൾ ആണ് ചെയ്യാൻ. ഓക്കെ, ഇനി എങ്ങനെ നിങ്ങൾക്ക് ഒരു എബവ് CapCut ഓർ VN അങ്ങനത്തെ എഡിറ്റിംഗ് ആപ്പിൽ ചെയ്താൽ സെറ്റ് ആവും അല്ലെ? അതിൽ ഒരു കമ്പൈൻ ചെയ്താൽ മതി, നമുക്ക് സെറ്റ് ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു 30 അപ്പൊ ഇതൊരു ഒരു 10 സെക്കൻഡിലെ സ്ക്രിപ്റ്റ് ആണ് നമ്മളിവിടെ ചെയ്തത്. ഇപ്പൊ 30 സെക്കൻഡിന്റെ സ്ക്രിപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ChatGPT-നോട് എന്താ പറയാം, സ്റ്റോറി ബോർഡ് നമുക്ക് എന്ത് ചെയ്യാം 30 സെക്കൻഡ് സ്ക്രിപ്റ്റ് ആക്കി തരണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ ബർഗർ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ അറൌണ്ട് 30 സെക്കൻഡിന്റെ വീഡിയോ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പക്ഷെ 10 സെക്കൻഡ് ജനറേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ആക്കാൻ വേണ്ടി ആവശ്യപ്പെടാം. സ്ക്രിപ്റ്റ് ഇവിടെ തരുമ്പോൾ തന്നെ 30 സെക്കൻഡിന് ആദ്യം ഒരു 10 സെക്കൻഡ് ഒരു സ്ക്രിപ്റ്റ്, അടുത്തതിന് ഒരു സ്ക്രിപ്റ്റ്, ഇങ്ങനെ സീക്വൻസ് ആയിട്ട് നമുക്ക് തരാൻ പറയാം. ഓക്കെ, അപ്പൊ 3 സീക്വൻസ് ആയിട്ട് ആ 3 സീക്വൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ 10 സെക്കൻഡിലെയും സെപ്പറേറ്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ ഇമേജസിനെ നമുക്ക് വീഡിയോ ആക്കി മാറ്റിയിട്ട് അവസാനം കമ്പൈൻ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു 30 സെക്കൻഡ് റീൽ ക്രിയേറ്റ് ചെയ്യുക. കിട്ടോ? ദിസ് ഇസ് എ കോൺസെപ്റ്റ്. ഓക്കെ, വാട്ടർമാർക്ക് ഇല്ലായിരുന്നു നൈസ്. വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതിന് പ്രത്യേക നമുക്ക് വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ ഒരു എക്സ്റ്റൻഷൻ, ഗൂഗിളിൽ തന്നെ എക്സ്റ്റൻഷൻ അവൈലബിൾ ആണ്. അതിപ്പോ ഞാൻ പറയുന്നില്ല, ദാറ്റ്സ് ഓൾസോ അവൈലബിൾ. ഓക്കെ, ക്രിയേറ്റ് ചെയ്യുന്ന ഏത് വീഡിയോക്ക് നമുക്ക് വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, യെസ്, അപ്പൊ നമ്മൾ ബർഗറിന്റെ വീഡിയോ നമ്മൾ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അത് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോ ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഞാൻ അപ്രൂവ് കൊടുക്കാൻ. ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ സ്റ്റോറി ബോർഡ് ഔട്ട്ലൈൻ 30 സെക്കൻഡ് ആണ്. ബട്ട് ഞാൻ സിൻസ് അവർ മാക്സിമം വീഡിയോ ലെങ്ത് ഈസ് 10 സെക്കൻഡ്, ഐ ക്രിയേറ്റ് ഹൈ എനർജി വേർഷൻ ഓഫ് ക്യാപ്ചർഡ്.
അപ്പം നമ്മളിവിടെ ബർഗറിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തത് 30 സെക്കൻഡിന്റെ സ്റ്റോറി ബോർഡാണ് ചാറ്റ് ജിപിടി നിർമ്മിച്ചു തന്നിട്ടുള്ളത്. പക്ഷെ 10 സെക്കൻഡ് ജെമിനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇതിന് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ആദ്യത്തെ 10 സെക്കൻഡ് ഇവിടെ അങ്ങ് കട്ട് ചെയ്യാം. എന്നിട്ട് ഈ കട്ട് ചെയ്ത പോർഷൻ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ജിപിടിക്ക് ജെമിനിക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അവസാനം മെർജ് ചെയ്താൽ മതി. ക്യാപ് കട്ടോ VN ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ബിയോണ്ട് 10 സെക്കൻഡ് വീഡിയോസ് നിങ്ങൾക്ക് നിർമ്മിക്കാം. ഓക്കെ, സീക്വൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്ലോയിൽ ഒരുപാട് വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരുപാട് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഫ്രെയിം ടു ഫ്രെയിം എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ക്യാരക്ടേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അഡ്വാൻസ് പ്രോഗ്രാംസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ട്രൈ ഔട്ട് ചെയ്യാനൊക്കെ പറ്റും. യെസ്, ബർഗറിന്റെ വീഡിയോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. യെസ്, കണ്ടോ, സെറ്റ് ബർഗറിന്റെ വീഡിയോ അല്ലേ. യെസ്, ഒരു UGC ഇതൊക്കെ യെസ് അടിപൊളിയായിട്ട് ബർഗറിന്റെ വീഡിയോ നമുക്ക് സെറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ആൾറെഡി ഇവിടെ അലൻ ജോസഫ് സാർ ആണല്ലോ ഇവിടെ ആൾറെഡി ഗൂഗിളിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ വീഡിയോസ് ഈ ലെവലില്? ഹലോ, സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം വീഡിയോ നിർമ്മിച്ചു നോക്കിയിട്ടുണ്ടോ? സാർ ഞാന് ഒരു മാവേലിയുടെ വീഡിയോ ഓണത്തിന് ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, ഇങ്ങനെ സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷമാണോ ചെയ്തിട്ടുള്ളത്? അത് ജസ്റ്റ് ചാറ്റ് ജിപിടിന്ന് പ്രോംപ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഓക്കെ സീൻ ബൈ സീൻ ആക്കിയിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. ഓക്കെ, അതിന് പകരം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ബെറ്റർ ഔട്ട്പുട്ട് കിട്ടും. ആദ്യം നമ്മൾ സീൻസ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം, അതിനാണ് സ്റ്റോറി ബോർഡ് പറഞ്ഞാൽ വിഷ്വൽ സീൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ഓക്കെ, എന്നിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വെരിഫൈ ചെയ്തതിനു ശേഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി റിയൽ ഔട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതിന് വേണ്ടി സ്റ്റോറി ബോർഡ്. അപ്പോൾ ഒരു ഡയറക്ഷൻ ലെവലിലൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റോറി ബോർഡാണ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ വീഡിയോ ആക്കി മാറ്റുക. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പെർഫെക്റ്റ് സാധനം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഒന്നുകൂടി പെർഫെക്ഷൻ നമുക്ക് കൂട്ടാൻ പറ്റും. ക്യാരക്ടർ കൺസിസ്റ്റൻസി കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ഇമേജ് സീക്വൻസുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂഷൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കുറെ ട്രിക്കുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കംപ്ലീറ്റ് വീഡിയോ തന്നെ നമുക്ക് പെർഫെക്റ്റ് ലെവലിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഒരു എക്സാമ്പിൾ ആണ് സ്റ്റോറി ബോർഡ് ക്രിയേഷൻ എന്നുള്ളത്. ഓക്കെ, യെസ്, ഇസ് ഇറ്റ് യൂസ്ഫുൾ ആണ്. നമ്മളെ റൗണ്ട് ഒരു മണിക്കൂർ ആകാനായി, 45 മണിക്കൂറായി. യെസ്, നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യാ, ഗ്രൂപ്പിൽ എന്ത് ചെയ്യാ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇങ്ങനെ ഇത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടുന്ന് എന്ത് ചെയ്യാം, ഫ്ലോയിലാണെങ്കിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്സ്കെയിൽ 180 പിക്സലിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ അപ്ഗ്രേഡ് ഒന്ന് അപ്സ്കെയിൽ ചെയ്യാൻ ഓപ്ഷനും ഉണ്ട്. നമ്മുടെ ക്വാളിറ്റി കൂട്ടിയിട്ടാണെങ്കിൽ ക്വാളിറ്റി കൂട്ടി ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. 720 പിക്സൽ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഹലോ, ഇതുവരെ ചെയ്തതിൽ കൺഫ്യൂഷൻസ് ഉണ്ടോ? അത് ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എന്ത് ഡൗട്ട് ഉണ്ട്, എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടാം. വിൽ ഹെൽപ്പ്. ബർഗറിന്റെ വീഡിയോ ഉണ്ട്, രണ്ട് ഞാൻ എന്ത് ചെയ്യാം ഗ്രൂപ്പിൽ ഇടാം. സാർ എനിക്ക് രണ്ടും പറ്റുന്നില്ല, ഫ്ലോവും പറ്റുന്നില്ല, ജെമിനും ആയിട്ടില്ല, സെറ്റ് ആയിട്ടില്ല. അപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്തിട്ട് ഡൗട്ട് ചോദിക്കാമോ? ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. ഓക്കെ, ഓക്കെ. ചെയ്യേണ്ട മെത്തേഡൊക്കെ മനസ്സിലായല്ലോ അല്ലെ? മെത്തേഡ് മനസ്സിലായി, പക്ഷെ സെറ്റ് ആയിട്ടില്ല ഇത്. സെറ്റ് ആയിട്ടില്ല. ഓക്കെ, ശരി. അപ്പൊ ദിസ് ഈസ് സ്കില്ലാണ്. ഇപ്പൊ പിൻട്രസ്റ്റ് അതുപോലെ ഗൂഗിൾ ഫ്ലോ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, വേറെന്താ ഡൗട്ട് ഉള്ളേ? അതൊക്കെ സെറ്റ് ആണല്ലോ അല്ലെ? ഗൂഗിൾ ഫ്ലോ പിൻട്രസ്റ്റ് ഒക്കെ ഡൗൺലോഡ് ആക്കി ലോഗിൻ ചെയ്യണമല്ലേ? ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാനൊന്നും നടക്കൂല. ഓക്കെ, ഗൂഗിൾ ഫ്ലോയിൽ നമ്മളെല്ലാം ആഡ് ചെയ്തതിനു ശേഷം പ്രോംപ്റ്റ് ചോദിക്കുന്നത്, നമ്മൾ ഈ ആരോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ പ്രോംപ്റ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് എന്ന് ചോദിക്കുന്നുണ്ടോ? പ്രോംപ്റ്റ് കൊടുക്കണം. പ്രോംപ്റ്റ് ആണ് /സ്റ്റോറി ബോർഡ് എന്നുള്ളത് പ്രോംപ്റ്റ് ആണ്. അല്ലെങ്കിൽ മേക്ക് ആൻ ആഡ് വീഡിയോ എന്നുള്ളതാണ് പ്രോംപ്റ്റ്. ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് പ്രോംപ്റ്റ്. ഗൂഗിൾ ഫ്ലോയിലും കൊടുക്കേണ്ട ആവശ്യമുണ്ട് അത്?
എല്ലാത്തിലും കൊടുക്കണം. പ്രോംപ്റ്റിന്റെ കമന്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കമന്റ് കൊടുക്കണം. അല്ലാതെ നമ്മള് അത് ഉണ്ടാക്കൂല. ഓക്കെ, നമ്മള് ചാറ്റ് ജിപിടി ജസ്റ്റ് കോപ്പി എടുത്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഒന്നുമില്ല, നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കൊടുത്തുള്ള ഇമേജ് എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു ആ, കൊടുത്താലാണ് AI നമുക്ക് തരാം. ഓക്കെ, അല്ല അത് ഇമേജിൽ ഓൾറെഡി കൊടുത്തിട്ടില്ലേ? ഇല്ല, പക്ഷെ കമന്റ് നിങ്ങൾ കൊടുക്കണം. ആ ഇമേജ് എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, Okay. അല്ല ഇമേജിൽ ഓൾറെഡി സ്റ്റോറി ബോർഡിൽ അത് ഉണ്ടല്ലോ. അതിന് പക്ഷെ പുറമെ നമ്മൾ ഇത് കൊടുക്കും വേണല്ലേ? പ്രോംപ്റ്റ് കൊടുക്കണം. ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോഴാണ് റെഡിയാകും. യെസ്, ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇനി ഇതിന്റെ സാധ്യതകൾ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫൈവർ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. എത്ര പേര് കേട്ടിട്ടുണ്ട്? ഫൈവർ ഇന്റർനാഷണൽ ലെവലിലുള്ള പ്ലാറ്റ്ഫോമാണ്. ഫ്രീലാൻസ് വർക്കേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കേട്ടിട്ടുണ്ട്. വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. Okay. ആരുടെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്ക്രീനിൽ കാണാൻ പറ്റും. ഫൈവർ അവർ ഫ്രീലാൻസ് വിൽ ടേക്ക് ഇറ്റ് ഫ്രം ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാം. സർ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അപ്പൊ ഇവിടെ ഫോട്ടോ ഫൈവർ ഉണ്ടല്ലോ അത് എന്നുള്ള പ്ലാറ്റ്ഫോമാണ്. എന്തായിരുന്നു? ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ ഉണ്ടല്ലോ അത് പ്രിന്റേഴ്സിൽ നിന്ന് തന്നെയാണോ അവനോ അല്ല വേറെ ഉണ്ടായ ഫോട്ടോ അപ്ലോഡ് ചെയ്യാമോ? ഈ എന്തും ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റിന്റെ ഫോട്ടോ എടുത്ത് ആഡ് ചെയ്യാം. ഒന്നും ചെയ്യാം. ഓക്കെ ഇൻട്രസ്റ്റഡ് എക്സാമ്പിൾ മാത്രം കാണിച്ചെന്നുള്ളൂ. ഓക്കെ, ഓക്കെ നിങ്ങളെ വീട്ടിലെ പെർഫ്യൂം ആകാം. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ ആ പ്രൊഡക്റ്റ് ഇമേജ് ആകാം. ഓക്കെ, എന്തുവാണ്. ഓക്കെ, ദാറ്റ്സ് എൻ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഫൈവർ എന്ന പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ പറ്റും. സെർച്ച് ഫോർ എനി സർവീസ് എന്ന് കാണുന്നുണ്ട്. അപ്പോ AI വീഡിയോ ക്രിയേറ്റർ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ആഡ് ക്രിയേറ്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പൊ ഇവരൊക്കെ ചാർജ് ചെയ്യുന്ന ഒരു എമൗണ്ട് അല്ലെ, ഐ വിൽ ക്രിയേറ്റ് AI പവർഡ് പ്രൊമോഷണൽ ഷോർട്ട് വീഡിയോ ആഡ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൽ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാം. ഓക്കെ, നിങ്ങളെ പോർട്ട്ഫോളിയോ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളെ വർക്ക് നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഓക്കെ, നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. ഇവിടെ ബേസിക് ഇവിടെ 4.8 റേറ്റിംഗ് ഉണ്ട്. 3500 മുതൽ ഒരു വീഡിയോക്ക് ഇയാൾ വാങ്ങുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഇയാളാണ് നമുക്ക് കിട്ടുന്നത്. റെയ്ഹാൻ പറഞ്ഞ ഒരാളാണ്, ലെവൽ 2 ആണ്. ഇതിൽ 5000 വാങ്ങുന്ന ആളുകളുണ്ട്. 10,000 വീഡിയോ ക്രിയേഷന് വാങ്ങുന്ന ആളുകളുണ്ട്. എൻഗേജിങ് കൊമേഴ്ഷ്യൽ പ്രൊമോഷൻ ഓഫ് പ്രൊഫഷണൽ പ്രൊമോ ബിസിനസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ നിങ്ങളുടെ വർക്ക് നല്ല ബെറ്റർ വർക്കുകളും കൂടെ ഷോക്കേസ് ചെയ്യാൻ പറ്റും. ഇതിലൂടെ നിങ്ങൾക്ക് വർക്ക് കിട്ടും. ഇതിന് പ്ലാറ്റ്ഫോം ഫൈവർ എന്ന പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് ഇതിൽ അപ്ഡേറ്റഡ് ആയിട്ട് ഇതൊന്നും അപ്ഡേറ്റ് ചെയ്താൽ കിട്ടുന്നതല്ല പറയുന്നത്. കൺസ്റ്റന്റ് ഒരു മാസമൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നല്ല പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് സെറ്റാക്കി നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് കണ്ടോ ഇവിടെയൊക്കെ കൊമേഴ്ഷ്യൽ വീഡിയോ ആഡ് പ്രൊഡക്ഷൻ വീഡിയോ 24 hours കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് അമേരിക്കയിലെ വർക്ക് നിങ്ങൾക്ക് എടുക്കാം. ഡോളറിൽ വരുമാനം വാങ്ങാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. 13,522 റുപ്യാണ് ചാർജ് ചെയ്യുന്നത്. ഡോളറിൽ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഓൺലി $100. $100 ഉണ്ടാവില്ല, ജസ്റ്റ് $100 ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും പെർ വീഡിയോക്ക്. ദിസ് എ പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് വർക്ക് ഇങ്ങോട്ട് കിട്ടും, എന്നിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇവിടെ ചില ആളുകൾ 500 രൂപക്കും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ ടൂള് ഏത് ടൂളാണ് നിങ്ങൾ ഉപയോഗിക്കുക. പല ടൂൾ ഇപ്പൊ ജെമിനി ഫ്ലോ മാത്രമല്ല, ഒന്ന് ടോപ്പ് ലെവലിലൊക്കെ നോക്കുകയാണെങ്കിൽ സീഡാൻസ് 2.0 എന്നുള്ള ടൂൾ അവൈലബിൾ ആണ്. നിങ്ങൾ പല ഒറിജിനൽ മമ്മൂട്ടിനും മോഹൻലാലിനൊക്കെ വെച്ചിട്ട് വീഡിയോസ് ഒക്കെ ഒറിജിനൽ അല്ലെ റിയലിസ്റ്റിക് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാനുണ്ടോ. അതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹൈ എൻഡ് ടോപ്പ് ടൂളുകളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഹിക്സ് ഫീൽഡ് എന്ന ടൂളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ലെവലിൽ വീഡിയോസ് ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല റേറ്റ് വാങ്ങാം, കുറച്ചും ക്വാളിറ്റി ലെവലിൽ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫൈവർ എന്ന്. ഇനി ഒന്നും വേണം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ AI വീഡിയോ ക്രിയേറ്റർ
വാക്കൻസീസ് എത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വീഡിയോ ക്രിയേഷന്? എന്താ ഇൻഡീഡ് എന്ന പ്ലാറ്റ്ഫോം, Indeed.com, ജോലിയൊക്കെ ആളുകൾ സെർച്ച് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻഡീഡ്. ഇവിടെ 1000 വീഡിയോ ക്രിയേറ്റേഴ്സിന്റെ ജോബ് വാക്കൻസി ഉണ്ട്. 1 2 ഒന്നല്ല, 1000 ആൾക്കാർ ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. പെർ വീഡിയോക്ക് എന്ത് ചെയ്യും, 3000 മുതൽ പെർ മന്ത് 3000 മുതൽ 33,000 വരെ തരാൻ റെഡിയാണ്. റെലവൻസ് ഡേറ്റ് ഇൻസ്റ്റഗ്രാം ഷോർട്ടുകൾ മാത്രം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. വീഡിയോ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഫ്രഷേഴ്സിന് ആവശ്യമുണ്ട്. 10,000 മുതൽ 33,000 വരെ നിങ്ങൾക്ക് മന്ത്ലി സാലറി ആയിട്ടും ഫ്രീലാൻസ് വർക്കിന് തരുന്നുണ്ട്. 1000 പെർ ഡേക്ക് വെച്ച് തരുന്ന ആളുകൾ. പല രീതിയിലുള്ള ജോബ് വാക്കൻസീസ് നിങ്ങളോട് കാണാൻ പറ്റും. അതിനൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വാട്ട് യു നീഡ് ഈസ് നല്ല പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് വെക്കുക. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളുടെ ഓരോ വീഡിയോസും പോസ്റ്റ് ചെയ്ത് നല്ല നല്ല പ്രൊഫഷണൽ വീഡിയോസ് അതുപോലെ ട്രൈ ചെയ്യാം. പല ലെവലിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് പല വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഇൻസ്റ്റഗ്രാമിലൂടെ നിങ്ങൾക്ക് അങ്ങനെ റീച്ച് കിട്ടും, നിങ്ങളുടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിലൂടെ എത്ര പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഇന്റർനാഷണൽ ലെവൽ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് പിച്ച് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് അനദർ പ്ലാറ്റ്ഫോം. ഇനി വേറെ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ലിങ്ക്ഡിൻ. ഡു യു നോ വാട്ട് ലിങ്ക്ഡിൻ? linkedin.com എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്. അറിയോ ലിങ്ക്ഡിൻ അറിയുന്ന എത്ര പേരുണ്ട്? ഹലോ, ലിങ്ക്ഡിൻ, ഫെബിന, മാലിക്, രാജീവ്. യെസ്, ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം വീഡിയോ ക്രിയേറ്റേഴ്സിന്റെ വാക്കൻസീസ്. ലിങ്ക്ഡിൻ മാത്രമേ അറിയുള്ളൂ. ലിങ്ക്ഡിനിലുള്ള ജോബ് അപ്ലൈ ചെയ്ത് ഒരു ഇതായിട്ടുണ്ട്. ലിങ്ക്ഡിൻ അല്ലാതെ ഒരുപാട് ജോബ് അപ്ലൈയിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഗ്ലാസ് ഡോർ ഉണ്ട്, Indeed.com ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നൗക്കറി ഉണ്ട്. ഓക്കെ, ജോബ് വാക്കൻസീസ്. ഇവിടെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സിമ്പിൾ വേ എന്താണെന്നറിയോ? നിങ്ങളെ പോർട്ട്ഫോളിയോ കാണിച്ചു കൊടുക്കുക. പോർട്ട്ഫോളിയോ നിങ്ങളെ വർക്കുകൾ കാണിക്കുക. നിങ്ങൾ വർക്ക് ചെയ്യണം. വർക്ക് ഇപ്പൊ ആദ്യം ജോലി കിട്ടിയാലേ വർക്ക് എന്ന് ചോദിക്കും അല്ലെ? നിങ്ങൾ സെൽഫായിട്ട് പ്രൊജക്ടുകൾ എടുത്ത് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ലാഭം ഇല്ലെങ്കിൽ ചെയ്ത് നിങ്ങളെ വർക്ക് പെർഫെക്റ്റ് ആക്കി ബെറ്റർ ആക്കി നിങ്ങൾ കൊണ്ടുവരിക. അത് നിങ്ങൾ മാർക്കറ്റ് ചെയ്യണം. മാർക്കറ്റ് ചെയ്യാൻ മെത്തേഡാണ് ലിങ്ക്ഡിൻ. ഇതിൽ നിങ്ങൾക്ക് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ഡെയിലി സ്റ്റോറീസ് ആക്കിയിട്ട് ഇടാം. ഇന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്തു ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓർഗാനിക് ആയിട്ട് നിങ്ങൾ ആളുകൾ എന്ത് ചെയ്യും? ആളുകൾ നിങ്ങളെ വർക്ക് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് തരും. ഇവിടെ ജോബ് വാക്കൻസീസ് ഫോർ ക്രിയേറ്റേഴ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം. വീഡിയോഗ്രാഫർ കം വീഡിയോ എഡിറ്റർ, ഗ്രാഫിക് ഡിസൈനേഴ്സിന്റെ വാക്കൻസി തൃശ്ശൂരുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇതിലുണ്ട്. ജോബ് വാക്കൻസീസ് ജോബ് വാക്കൻസി ഫോർ ക്രിയേറ്റേഴ്സ് ഉണ്ടോ? ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് വാക്കൻസി ലിങ്ക്ഡിനിൽ അവൈലബിൾ ആണ്. ക്യൂബേഴ്സ്റ്റ്, മോഷൻ ഗ്രാഫിക് ഡിസൈനേഴ്സിന് ആവശ്യമുണ്ട്. ഗ്രാഫിക് ഡിസൈനേഴ്സ് ഫ്രം കം വീഡിയോ ക്രിയേറ്റേഴ്സിന് ഒരുപാട് ആളുകൾ, വീഡിയോ കണ്ടന്റ് ക്രിയേറ്റർ ആവശ്യമുണ്ട്, സോഷ്യൽ മീഡിയ കണ്ടന്റ് ഇന്റൻസിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ലിങ്ക്ഡിനിലും നിങ്ങൾക്ക് ഒരുപാട് ജോബ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഇതിന് യെസ്, ഫ്രീലാൻസ് വർക്ക് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക്. അതുപോലെ ബിഹാൻസ് എന്നുള്ള ഒരു സൈറ്റ് ഉണ്ട്, അറിയോ? കേട്ടോ? ബിഹാൻസ് ഫ്രീലാൻസ് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിലൂടെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന്റെ ക്ലയന്റിന്റെ വർക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടും. ഹലോ, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ സ്കിൽ? ഞാൻ ഇപ്പൊ ഇന്ന് നിങ്ങളെ പഠിപ്പിച്ചത് വീഡിയോ ക്രിയേഷൻ സ്കില്ലാണ്, ബേസിക് സ്കില്ലാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് സെൽഫ് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇതിന്റെ അഡ്വാൻസ് ലെവലൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഹെൽപ്പ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലൊക്കെ പഠിക്കണം, നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ അക്കാഡമി നിങ്ങൾക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഹലോ, അപ്പൊ ഇന്നത്തെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്കൊന്ന് പറയാം. എത്രത്തോളം ഈ ക്ലാസ് യൂസ്ഫുൾ ആയി? നമുക്ക് അറൗണ്ട് 1 മണിക്കൂറാണ് നമ്മളെ ടൈമുള്ളത്. അറൗണ്ട് 3 നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. യെസ്, ഒരു ഫീഡ്ബാക്ക് പറയാൻ പറ്റും? എത്ര പേർക്ക് ഫീഡ്ബാക്ക് പറയാൻ പറ്റും? നൈസ് ക്ലാസ് ആയിരുന്നു. ഞാൻ മനസ്സിലായോ? നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കിയോ? ഹലോ, യെസ്, ഗുഡ് ക്ലാസ് ആയിരുന്നു. അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട റിവ്യൂസ് നിങ്ങൾ എല്ലാവരും ഒരു ഹെൽപ്പ് ചെയ്യോ? നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് നിങ്ങളെ ഫോൺ എടുക്കുക, QNAYDS അടിക്കുക. എന്താ അടിക്കണം? QNAYDS യുണൈറ്റ്സ് എന്ന് അടിക്കുക. നമ്മൾ അക്കാഡമിയുടെ പേജാണ്. ഹലോ, ചെയ്യാൻ പറ്റുമോ? .in അല്ല, ക്യുനൈറ്റ്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാനുള്ള നിങ്ങളെ ഫീഡ്ബാക്ക് റിവ്യൂ ആയിട്ട് നിങ്ങളൊന്ന് ഇപ്പൊ തന്നെ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ,
ക്ലാസ് ഉപകാരപ്പെട്ടോ? AI വീഡിയോ ക്രിയേഷൻ യൂസ്ഫുൾ ആയോ എന്നുള്ള റിവ്യൂ നിങ്ങൾക്ക് റീഡ് റിവ്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് പല ആളുകൾ റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് റിവ്യൂ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളെ റിവ്യൂസ്, വിലപ്പെട്ട റിവ്യൂസ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാവരും എന്ത് ചെയ്യാം? ഹലോ ഹസ്ന ഇതിന്റെ ഒന്ന് ലിങ്ക്, റിവ്യൂ ചെയ്യാനുള്ള ലിങ്ക് ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ. ഓക്കെ, യെസ്. പിന്നെ എത്ര പേർക്ക്, ലെറ്റ് മീ ആസ്ക് വൺ തിങ്, ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ഒരു വീഡിയോ ക്രിയേഷൻ മാത്രമല്ല, നമ്മൾ ഒരു പുതിയൊരു കോഴ്സ് നമ്മൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ മേക്കിംഗ് മാസ്റ്ററി, മണി മേക്കിംഗ് മാസ്റ്ററി എന്നുള്ള പ്രോഗ്രാം നമ്മൾ കൊടുക്കണം. നമ്മളെ പേജിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബെസ്റ്റ് അക്കാഡമി ഇൻ കേരള എന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അക്കാഡമിയുടെ പേജൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്. യു ക്യാൻ സി അഡ്വാൻസ്ഡ് മണി മേക്കിംഗ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. ഇതിന്റെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി മേക്കിംഗ് മാസ്റ്ററി എന്നുള്ള പ്രോഗ്രാമാണ്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് പഠിച്ച നാളെ ഏണിങ്സ് ഉണ്ടാക്കാനുള്ള കസ്റ്റമർ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ബിഹാൻസും അതുപോലെ ലിങ്ക്ഡിനും ഇൻഡീഡൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ വർക്ക് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വർക്ക് ഓർഗാനിക്കലി നിങ്ങൾക്ക് വർക്ക് കിട്ടുന്ന മെത്തേഡാണ്. ബട്ട് നിങ്ങൾ ഫേസ്ബുക്ക് ആഡ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് ചെയ്ത വർക്കിന് നാളെ പേയ്മെന്റ് കിട്ടുന്ന ലെവലിൽ നിങ്ങൾക്ക് വർക്ക് കിട്ടി തുടങ്ങും. ഓക്കെ, എത്ര പേർക്ക് അറിയാം ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാം? പഠിച്ചിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾ ഈ സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് വർക്ക് എടുത്ത് തുടങ്ങാം. ആ ലെവലിൽ നിങ്ങൾക്ക് എൻക്വയറി വരുത്താൻ പറ്റുന്ന ഒരു ഇൻസ്റ്റഗ്രാമിൽ പരസ്യം ചെയ്യാൻ പറ്റുന്ന ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം ആഡ് എങ്ങനെ റൺ ചെയ്യാന്നുള്ള ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അഡ്വാൻസ് ലെവലിൽ ഇതുപോലെ വീഡിയോ പഠിച്ചതുപോലെ നമ്മൾ അഡ്വാൻസ് എങ്ങനെ പോസ്റ്റേഴ്സ് എങ്ങനെ നിർമ്മിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. വീഡിയോ ക്രിയേഷൻ എങ്ങനെ പഠിപ്പിക്കാന്ന് നിങ്ങളെ അഡ്വാൻസ് ലെവൽ പഠിപ്പിക്കുന്നുണ്ട്. വെച്ചിട്ട് എങ്ങനെ വോയിസ് ഓവർ മൈക്കിലൊക്കെ അനൗൺസ് ചെയ്യില്ല, അതുപോലെ ഈ വോയിസ് ചേഞ്ച് ചെയ്ത് പല ലാംഗ്വേജിൽ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഓരോ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. വെച്ചിട്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാന്ന് പഠിപ്പിക്കുന്നുണ്ട്. വെച്ചിട്ട് എങ്ങനെ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്, റീസെല്ലിംഗ് ബിസിനസ് എങ്ങനെ ചെയ്യാന്നുള്ള പഠിപ്പിക്കുന്നുണ്ട്. അതല്ല ഒരു ഓൺലൈൻ സ്റ്റോർ എങ്ങനെ തുടങ്ങാന്നുള്ള പഠിപ്പിക്കുന്നുണ്ട്. അഫ്ലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ്, റീസെല്ലിംഗ് എന്താണ്, അതുപോലെ എങ്ങനെ ലീഡ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം, ഒരു പേഴ്സണൽ ബ്രാൻഡ് എങ്ങനെ ബിൽഡ് ചെയ്യാം, അങ്ങനെ മൾട്ടിപ്പിൾ ഇതിൽ ഓരോ കാര്യം. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പോസ്റ്റർ ഡിസൈനിങ്, വീഡിയോ ക്രിയേഷൻ, അതുപോലെ വോയിസ് ഓവർ ജനറേഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് മണി മേക്കിംഗ് മാസ്റ്ററി എന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് പഠിക്കാൻ താല്പര്യമില്ല? പഠിക്കാൻ താല്പര്യമുണ്ട്. പ്രാക്ടിക്കൽ ഇതുപോലെ നിങ്ങൾക്ക് വീക്ക്ലി 3 സെഷൻസ്, 2 or 3 സെഷൻസ് ഇങ്ങനെ ലൈവായിട്ട് ഞാൻ പഠിപ്പിച്ചു തരും. റെക്കോർഡ് സെഷൻസ് ഉണ്ടാവും. വാട്സപ്പിൽ നിങ്ങൾക്ക് സംശയം പ്രാക്ടിക്കലായിട്ട് ചെയ്ത് 1 മാസത്തെ പ്രോഗ്രാമാണ്. ഓക്കെ, ചെയ്ത് പഠിക്കുന്ന വെച്ചിട്ടാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ് വാട്ട് ഔട്ട്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് ഇസ് ദ ഔട്ട്കം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ കോഴ്സിന് എത്ര എമൗണ്ട് ആയിക്കോട്ടെ, ആ എമൗണ്ട് ഡബിളും ത്രിബിളും നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള സ്കില്ല് ഇവിടെ 100% ഗ്യാരണ്ടിയോട് കൂടി പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം. ഇങ്ങനെ പ്രോഗ്രാമിൽ എത്ര പേർക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്? മീ നോ ദാറ്റ്. എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഹലോ, കേൾക്കുന്നുണ്ടോ? എന്റെ ഗൈഡൻസോട് കൂടി പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ എടുത്തെടുത്ത് ഓരോ കാര്യങ്ങൾ, മെറ്റാഡ്സ് മാസ്റ്ററി എന്നുള്ള പ്രോഗ്രാം ഉണ്ട്, പോസ്റ്റർ ഡിസൈനിങ് ഉണ്ട്, വീഡിയോ ക്രിയേഷൻ ഉണ്ട്. വെബ്സൈറ്റ് എങ്ങനെ ഒരു വെബ്സൈറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ മിനിമം 5000-10,000 രൂപക്ക് വാങ്ങാം. ഓക്കെ, ആ ലെവലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്തുകൊണ്ട് ഓൺലൈൻ സ്റ്റോർ നിങ്ങൾക്ക് തുടങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, റീസെല്ലിംഗ് ബിസിനസ്, ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്നുണ്ട്. എത്ര പേർക്ക് ഇൻട്രസ്റ്റഡ് ആണ് ഇങ്ങനെ പഠിക്കാൻ? മീ നോ ദാറ്റ്. ആർക്കും താല്പര്യമില്ലേ ഇതൊന്നും പഠിക്കണ്ടേ? ഹലോ, ഹലോ, ഇവിടെ ഇല്ല. ആർക്കും ഒരു താല്പര്യമില്ലേ? ഇതൊന്നും കേട്ടിട്ട് ഒരു താല്പര്യം ഇല്ലാത്ത ആളുകളാണോ? ഹലോ, യൂനുസ് സാർ ഉണ്ട്, യെസ്, സജീഷ് കുമാർ സാർ ഉണ്ട്, രമേശ് സാർ ഉണ്ട്, മുഫീദ് ഉണ്ട്, ജമാൽ, ഫീസാണ് എല്ലാവർക്കും അറിയണ്ടേ അല്ലേ? ആ, എത്ര പേർക്ക് ഇൻട്രസ്റ്റഡ് ആണ്? ലെറ്റ് മീ ഫീസ് എത്ര ആയിക്കോട്ടെ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഫീസ്. ഓക്കെ, ഒരാളൊന്നാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, യെസ്, 2 ആള്.
യെസ്, 3 ആള്. 3 പേർക്ക് താല്പര്യമുണ്ട്. ബാക്കിയുള്ള ഈ സറൗണ്ട് 10 പേരെങ്കിലും ഉണ്ട്. ഫെബിന മാലിക്. 1 മാസത്തെ അഡ്വാൻസ്ഡ് പ്രോഗ്രാമാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഈ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും. ഇതിലെല്ലാം നിങ്ങൾക്ക് മാസ്റ്റർ ആകാൻ പറ്റും. മാത്രമല്ല, ഇത് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ച മുഴുവൻ തുക, നിങ്ങൾ ക്ലാസ് ഫുൾ അറ്റൻഡ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അടച്ച മുഴുവൻ തുക എന്ത് ചെയ്യും? തിരിച്ചു തരും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. 1 മാസത്തെ പ്രോഗ്രാമാണ് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ മണി ബാക്ക് ഗ്യാരണ്ടീഡ് പ്രോഗ്രാമാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, വാട്ട് യു തിങ്ക് അബൌട്ട് എന്റെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടോ? ഹലോ, യെസ്, ഇവിടെ എല്ലാ ആളുകളൊന്ന് ആക്റ്റീവ് ആയിട്ടോ, ഉറങ്ങിപ്പോയോ? ആ, മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ് 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 യെസ്. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 മാസത്തെ പ്രോഗ്രാം ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓൺലി നോർമലി നമ്മൾ ഈ കോഴ്സിന് ലൈവ് പ്രോഗ്രാം ആണ്. നമ്മൾ വെറും റെക്കോർഡേഷൻസ് പഠിക്കുന്ന പ്രോഗ്രാം അല്ല. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാൻ റെക്കോർഡേഷൻസ് അത് സെപ്പറേറ്റ് അവൈലബിൾ ആണ്. വിത്തൗട്ട് എനി സപ്പോർട്ട് ഒന്നും ഇല്ല, നിങ്ങൾ ഇഷ്ടത്തിന് പഠിക്കാം, ഓൾറെഡി ഉണ്ട്. അതല്ല നമ്മൾ പറയുന്നത്. ഇതേപോലെ നിങ്ങൾ വീക്കിലി 3 ലൈവ് സെഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി ടൈം നിങ്ങളെ കൂടെ ഇരുന്ന് ചെയ്ത് 1 മാസം കൊണ്ട് 100% മണി ബാക്ക് ഗ്യാരണ്ടി പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, 1 മാസം കൊണ്ട് നിങ്ങൾ അടച്ച തുക നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. മാത്രം ലൈഫ് ടൈം ഒരു സ്കില്ലാണ്, നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവാനും പറ്റും. നമ്മളെ കമ്മ്യൂണിറ്റി ആക്സസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതിൽ ഒരുപാട് പ്രോംപ്റ്റിന്റെ കിറ്റ് അവൈലബിൾ ആണ്. അതെല്ലാം കിട്ടുന്ന ഒരു പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനാണ് അഡ്വാൻസ്ഡ് മണി മേക്കിംഗ് മാസ്റ്ററി എന്ന പ്രോഗ്രാം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലുള്ളതുകൊണ്ട് മാസം ഇവൻ 1 lakh വരെ ഏൺ ചെയ്യാനുള്ള സ്കില്ല് ഞാൻ സെറ്റാക്കി തരും. ഓക്കെ, ഇവൻ ഡ്രോപ്പ് ഷിപ്പിംഗ്, റീസെല്ലിംഗ് അടക്കം അതിൽ പെടുന്നുണ്ട്. ദ കോഴ്സ് പ്രൈസ് ഇത് ആക്ച്വലി 20,000 ആണ്. ബട്ട് ഇപ്പൊ ഇന്ന് ഈ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് എന്റെ സ്പെഷ്യൽ ഓഫർ ഉണ്ട്. 50% ഓഫ് ഉണ്ട്. 10,000 റുപ്പീസ് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ള എത്ര പേരുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അഡ്വാൻസ് ആയിട്ട് ഇന്ന് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം 1,000 രൂപ അഡ്വാൻസ് അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ കോഴ്സിലോട്ട് എൻറോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി ബാലൻസ് അമൗണ്ട് പിന്നീട് നിങ്ങൾ അടച്ചാൽ മതി. വിത്തിൻ ഒരു 2 weeks കൊണ്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഡു. ഒരു അഡ്വാൻസ് അമൗണ്ട് 1,000 അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബുക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള 100% മണി ബാക്ക് ഗ്യാരണ്ടി പ്രോഗ്രാം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടാവില്ല. ദാറ്റ്സ് ഓക്കെ. 1 മന്തിന്റെ മാസ്റ്റർ പ്രോഗ്രാം ആണ് നടത്തുന്നത്. ഇപ്പൊ ഇന്ന് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും ഡിസ്കൗണ്ട് ഉണ്ട്. ഇറ്റ്സ് ഓൺലി 9,000 കിട്ടും. ഓക്കെ, താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം? ഇപ്പൊ തന്നെ അസ്ന മാഡം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1,000 വെച്ച് ബുക്ക് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ഒരു സ്കില്ലല്ല, ഒരുപാട് സ്കിൽ. വെബ്സൈറ്റ് ഡിസൈനിങ്, AI വീഡിയോ ക്രിയേഷൻ, AI ഡിസൈനിങ്, അങ്ങനെ ഈവൻ ബിസിനസ് വരെ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന സ്കില്ലുകളാണ് പ്രാക്ടിക്കൽ ആയിട്ട് പഠിക്കുന്നത്. ഈവൻ ഓട്ടോ പൈലറ്റ് മോഡിൽ നിങ്ങൾക്ക് നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്കില്ല് ഓക്കെ ആണ് പഠിപ്പിച്ചത്. നിങ്ങൾക്ക് ഒരു വർക്ക് കൊടുക്കാതെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഡെയിലി ഏണിങ്സ് ഉണ്ടാക്കുന്ന ഓട്ടോമേഷൻ സെറ്റപ്പ് വരെ ചെയ്യുന്ന പ്രോഗ്രാംസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? എപ്പോ 9:30 വരെ സമയമുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്യാം. ചെയ്തിട്ട് 1,000 രൂപ അടക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി അതിന്റെ പാർട്ടായി മാറാം. ഓക്കെ, ദാറ്റ്സ്. അപ്പോ ഇത്രയ്ക്കുള്ള എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, പ്രോഗ്രാമിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്നെടുത്തതിനെ കുറിച്ചോ എന്തുണ്ടെങ്കിലും എനിക്ക് ചോദിക്കാം. അസ്ന മേഡം അതിന്റെ QR കോഡ് ഒന്ന് ഷെയർ ചെയ്തോളൂ ഗ്രൂപ്പിൽ. യെസ്, ചെയ്യാം. അതുപോലെ ഇൻട്രസ്റ്റ് താല്പര്യം, ഇനിയും കോഴ്സിന് താല്പര്യം ഉണ്ട്, പേയ്മെന്റ് അടക്കപ്പോൾ ക്യാഷ് ഇല്ല, അങ്ങനത്തെ ആളുകളാണെങ്കിൽ ഒരു ഫോമും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഫോമിൽ നിങ്ങൾക്ക് പേര് മാർക്ക് ചെയ്തിടാം. അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. ഓക്കെ, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്തിട്ടിടാം. ഓക്കെ, ഈ റേറ്റ് ആയിരിക്കുമല്ലോ, റേറ്റ് മാറ്റം ഉണ്ടാവും. ഇപ്പൊ ചെയ്യുന്ന ആളുകൾ 9,000 റുപ്പീസിന് സീറ്റ് സെക്യൂർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൺലി 1,000 മാത്രം ബുക്ക് ചെയ്താൽ മതി ഇപ്പോ. യെസ് യെസ്, ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഹലോ, കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്നെടുത്തതിനെ കുറിച്ചോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജംഷീർ സർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.
9:30 വരെ സമയമുണ്ട് കേട്ടോ, നമുക്ക് പേയ്മെന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്ലാസ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി വൈൻഡപ്പ്. ഓക്കെ, നമ്മൾ ആ കോർഡിനേറ്റർ അസ്നമയുടെ ഗ്രൂപ്പിലുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോർഡിനേറ്ററായിട്ട് കണക്ട് ചെയ്യാം. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? വേറെ ഒന്നും ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി വൈൻഡപ്പ്. ജംഷീറിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജംഷീർക്ക? ഇല്ല, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, വെരി ഗുഡ്.